രാത്രികാലവും സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ ദൈവം നമുക്ക് നൽകി തന്നോർത്ത് എല്ലാവരും കരകളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2025 വർഷത്തിൽ ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ഫെലോഷിപ്പ് സെൻ്റർ സഭയുടെ വാർഷിക കൺവെൻഷൻ അതിൻ്റെ 2ാം ദിവസം ഇവിടെ സമാരംഭിച്ചു കർത്താവ് കൃപ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ തുടർന്നുള്ള അനുഗ്രഹത്തിനായി 2 ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പാൽവായ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കിൽ, അതുകൂടാതെ പാസ്റ്റർ ഫിലിപ്പ്, അവർ 2 പേരും കടന്നു വന്ന് നമ്മെ പ്രാർത്ഥന സഹായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നിങ്ങളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വളരെ അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷ ഇവിടെ നിന്ന് പൽക്കാലം നടക്കണം. നാളെ കഴിഞ്ഞ രാത്രികാലം ശക്തമായി ഉപയോഗിച്ച ദൈവം ഈ രാത്രിയിൽ തൻ്റെ ദാസനെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശം വിടുവിക്കപ്പെടണം. ദൈവനാമം ഇവിടെ മഹത്വപ്പെടുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. Praise the Lord. Hallelujah. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നല്ല രാത്രികാല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ നടത്തപ്പെടുന്ന ഈ സുവിശേഷ മഹായുഗത്തിന്റെ 2ാമത്തെ രാത്രികാലം നിന്റെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുന്നല്ലോ. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഹൃദയമായി അവിടെ നടുപെടുമാറാകണമേ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നതാണ്. അത് വെറുതെ മടങ്ങി വരികയില്ല. അതായത് കാര്യം സാധിപ്പിക്കുമെന്നുള്ള വചനപ്രകാരം ഈ രാത്രികാലം ദൈവം ഹൃദയമായി ഇടപെടുമാറാകണമേ. ദേശത്തോട് ഇടപെടുമാറാകണമേ. ദൈവിക സന്ദർശനങ്ങൾ അയച്ച് ജീവിതങ്ങൾക്ക് മാനസാന്തരം നൽകി രക്ഷയുടെ അനുഭവങ്ങൾ നൽകി കൊടുത്ത് കർത്താവിന്റെ കൃപയിലേക്ക് അനേകർ കടന്നിരുവാൻ സ്വർഗം അവിടുത്തെയാകണമേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അനേക ഹൃദയങ്ങളിൽ പ്രകാശിക്കുവാൻ ഈ രാത്രികാലം മുഖാന്തരമാക്കി തീർക്കണമേ. അനുഗ്രഹമായ ഗാനങ്ങൾ ആലപിക്കുവാൻ നിന്റെ മക്കൾക്ക് നീ അവിടുന്ന് കൃപ കൊടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹമായ നിലയിലെ പാട്ടുകൾ ലിഡിയുവാൻ നിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. ഇന്ന് രാത്രികാല ദൈവ വചന സന്ദേശം അറിയിക്കുന്ന കർത്താദാസൻ മോൻസി മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ ശക്തമായ ദൈവിക ദൂതുകള് കർത്താവേ ഇന്ന് രാത്രികാലം നീ അവിടുന്ന് സംസാരിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കുമാറാകണമേ. അതിനെ തുറക്കുമ്പോൾ നിന്റെ ആത്മാവിനോടെ അഭിഷേകത്തോടെ വചനം പ്രസ്താവിക്കുമ്പോൾ അനേകർക്കത് ആശ്വാസകരമായി തീരുവാൻ സുലഭയാക്കണമേ. ഈ ദിവസങ്ങളെ മുമ്പിൽ നിന്ന് താമദാസനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, എല്ലാ കൂട്ടുകാർക്കായി സ്തോത്രം, എല്ലാ ദൈവമക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കാലം കാണുവാൻ ഇവിടെയാക്കണമേ. പ്രാർത്ഥനയാചിനും കടനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിലയടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. മഹാദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മുന്നിൽ എഴുന്നള്ളി വന്നിരിക്കാൻ ആത്മദൃഷ്ടികളാൽ കർത്താവിനെ ദർശിപ്പാൻ കൃപ ചെയ്യണേന് ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി വേളയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസത്തിന്റെ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രകാരം ഒന്നിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവദിനത്തിന് മുമ്പിൽ സ്തോത്രശക്തന്മാരായ ദൈവദാസന്മാരോട് ചേർന്ന്, സ്നേഹമുള്ള ദൈവജനത്തോട് ചേർന്ന്, ദേശവാസികളോട് ചേർന്ന് അങ്ങേ ബൗദ്ധപ്പെടുത്തുവാൻ ജീവിതത്തിൽ ഒരവസ്ഥ കൂടെ ശേഷിപ്പിച്ചു തന്നവയ്ക്കായി സ്തോത്രം. കർത്താവ് ശരണപ്പെട്ട് അതേ ആരംഭിച്ചായ ഈ 41ാമത്തെ അതേ സ്തോത്രം BCFന്റെ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാനിടയായി. കഴിഞ്ഞ രാത്രി ശക്തമായ
ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് കർത്താവിൻദാസനിലൂടെ പകർന്നുവല്ലോ. ഇന്ന് രാത്രിയും ഏറിയ ആത്മദാഹത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കുന്നു കർത്താവേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ശബ്ദപരിധിയിലുള്ള ഏവർക്കും ദൈവത്തിന്റെ വചനം അനുഗ്രഹമാവണേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭക്ഷത്വമാകുമ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ഇന്ന് രാത്രി കാലം ദൈവശക്തിയായി പരിണമിപ്പാൻ, ആ ശക്തി ഏത് പ്രതിസന്ധിയിലും ഞങ്ങളെ നിലനിർത്തുവാൻ, ഞങ്ങളുടെ ഓട്ടം മുന്നോട്ട് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് രാത്രി ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹൂദൻ അടയാളം അന്വേഷിക്കുമ്പോൾ, യവനൻ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ. ഈ രാത്രി ദൈവനെ ഘോഷിപ്പാൻ ഞങ്ങളുടെ മധ്യേ ആത്മാഭിഷിക്തനായി കടന്നു വന്ന ദൈവപ്രത്യനായി സ്തോത്രം ചെയ്യുന്നു. അത്തക്ക സമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കൃപ ചെയ്തുവല്ലോ. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയിൽ തൃക്കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. അതേ സ്തോത്രം ജ്വലിക്കുന്ന ആത്മനിറവിൽ ശക്തമായി ആധികാരികമായി ദേശത്തോട് ജനത്തോട് ദൈവാലോചന ഇന്ന് രാത്രി അറിയിപ്പാൻ നിന്റെ ഭക്തനെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണമേ. കടന്നു വന്ന ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വേദിയിലും അതേ സ്തോത്ര സദസ്യമായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവമക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും മാനിക്കും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പിതാവേ ദയതോ നിൽക്കുമാറാകണമേ. ആമേൻ, ആമേൻ. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മണ്ണുത്തി ബഥേൽ സഭയുടെ ഈ വർഷത്തെ കൺവെൻഷനായി കടന്നു വന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ 41 വർഷമായി പ്രധാനദാസൻ പാസ്റ്റർ ടി സി കുര്യാക്കോസ് അവരുടെ കൂടെ കടന്നു വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രവർത്തനം വ്യാപിപ്പാനും അവിടെയെല്ലാം ആരാധനകൾ ആരംഭിപ്പാനെല്ലാം വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നോർത്ത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും UP, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഡൽഹിയിലും വ്യാപകമായ നിലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം എല്ലാറ്റിലും സകലത്തിലും മഹിമപ്പെടട്ടെ. 2025 ആണ്ടിൽ 41ാമത് വാർഷിക യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം ബഥേൽ സഭകളുടെ ഒരു കൂട്ടായ്മയുടെ വാർഷിക യോഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതോടുകൂടി സുശേഷീകരണം ഈ സഭയുടെ പ്രാഥമിക ലക്ഷ്യമായതുകൊണ്ട് സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാർഷിക യോഗത്തോടുകൂടി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സഭയല്ല ബഥേൽ സഭ. ഈ സഭയുടെ പേര് തന്നെ ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ആൻഡ് ഫെലോഷിപ്പ് സെന്റർ എന്നാണ്. ഇവാഞ്ചലിസ്റ്റിക് എന്ന് പറയുന്നത് ഇവാഞ്ചലിസം, സുവിശേഷീകരണ സഭ എന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടക്കം മുതൽ തന്നെ കർത്താവിൻ്റെ ദാസൻ മണ്ണുത്തിൽ നിന്ന് തൃശ്ശൂർ വരെ നടന്ന് ട്രാക്റ്റുകൾ കൊടുത്താണ് ഈ സഭയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇടയായത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ചുരുങ്ങിയത് 4 വാഹനങ്ങളെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് തൃശ്ശൂർ ജില്ലയുടെയും അതുപോലെ എറണാകുളം ജില്ലയുടെ ചില പ്രാന്തപ്രദേശങ്ങളിലും സുവിശേഷം നിരന്തരമായി അറിയിക്കുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്യുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തമായി ഇവിടെ വരച്ചു കാണിപ്പാൻ കർത്താദാസനെ ദൈവത്തെ ഉപയോഗിച്ചുവല്ലോ. ഇന്നും ശക്തമായി ശുശ്രൂഷിക്കാൻ ദേവദാസൻ നമ്മോടൊപ്പമുണ്ട്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാം. ഇവിടെ വിവിധ അയൽ സഭകളിൽ നിന്ന് ശ്രേഷ്ഠമായിട്ടുള്ള ദേവദാസന്മാർ സെൻട്രൽ ഒക്കെ കടന്നു വന്നിട്ടുണ്ട്.
ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ പ്രിയങ്കരനായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ അവർകൾ ഞങ്ങളോടൊപ്പമുണ്ട്. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദേവദാസനെയും ദേവദാസൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വേദിയിലും സദസ്സിലുമായി മറ്റനേക ദേവദാസന്മാർ ഞങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ അറിയുന്നു. അവരോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഇതിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അയൽ സഭകളിൽ നിന്നും ദൈവം മക്കൾ കടന്നു വന്നിട്ടുണ്ട്. അവരോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ബ്രാഞ്ച് സഭകളിൽ നിന്ന് ദൈവദാസന്മാരും ദൈവമക്കളും കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെയും ആദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ മോനിഷ് മാത്യു ബാംഗ്ലൂർ അവർകൾ അവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ബാംഗ്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ദേവദാസനാണ് പാസ്റ്റർ മോനിഷ് മാത്യു അവർകൾ. കഴിഞ്ഞ അനേക വർഷങ്ങളായി ബാംഗ്ലൂരിൽ സ്വതന്ത്രമായി സഭാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തൻ്റെ ഇടക്കാല ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും അതുമാത്രമല്ല ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനും വലിയവനായി ദൈവം കൃപ ചെയ്തു. തൻ്റെ പ്രവർത്തനങ്ങളെ, മഹനീയമായ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദ്രമായി വന്ദനം ചെയ്യുന്നു. ദൈവം ദാസനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രമിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും എല്ലാവർക്കും ഞങ്ങൾ വിനീതമായ വന്ദനവും കൂപ്പുകയും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ ഇനിയും മുന്നിൽ സ്ഥലം കിടപ്പുണ്ട്. കടന്നു വരുന്നവർക്ക് ഇനിയും കടന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. പുറത്തു നിന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇവിടെ കടന്നു വന്ന് ഇരിപ്പാനുള്ള അവസരമുണ്ട് എന്ന് ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പാട്ട് പാടി സന്തോഷിപ്പിക്കുന്ന കൃപ വോയിസ് വളരെ മനോഹരമായ പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പാനിടയായി. അവരോട് ദൈവത്തെ സ്തുതിക്കുക. അവർക്കും ഞങ്ങൾ ഹാർദമായ സ്നേഹവന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. പാസ്റ്റർ സ്റ്റാൻലി വളരെ മനോഹരമായ ഒരു പാട്ട് പാടുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആ പാട്ട് നാളെ എന്തായാലും ഇവിടെ പാടുന്നതായിരിക്കും. ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നവർക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചിട്ട് ഹല്ലേലൂയ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താദാസൻ പാസ്റ്റർ ടി.സി. കുര്യാക്കോസ് അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ വന്ദനമെല്ലാം ചൊല്ലിയത്. ദൈവം അദ്ദേഹത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കർത്താദാസൻ പാസ്റ്റർ മോനിഷ് മാത്യു അവരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേക ബദേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ആൻഡ് ഫെലോഷിപ്പ് സെന്റർ മണ്ണൂത്തി ഒരുക്കിയിരിക്കുന്ന ഗോസ്പൽ ഫെസ്റ്റിന്റെ 2ാം ദിനരാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ അരികിലെത്തുവാൻ സ്വർഗത്തിലെ കൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ടി.സി. കുര്യാക്കോസ് അവറുകൾ തന്നോടൊപ്പം ശുശ്രൂഷകളിൽ കൈത്താങ് ചെയ്യുന്ന മറ്റ് വിലയേറിയ അഭിഷേകന്മാർ, ഈ സദസ്സിൽ സ്റ്റേജിലും വേദിയിലുമായിരിക്കുന്ന എല്ലാ വിലയേറിയ അഭിഷേകന്മാർ, ഈ ശബ്ദമാധ്യമത്തിലൂടെ അടിയങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യരായ ബഹുമാന്യരായ ദേശനിവാസികൾ, ഈ സഭയുടെ ഭവനാങ്കണത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ മാന്യരായ ദൈവജനം, എല്ലാവർക്കും വേഗം വരുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള
സ്നേഹത്തെയും വന്ദനവിനെയും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. പ്രിയ സ്റ്റാൻലി അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുമ്പ് ഇന്നലെ വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, എനിക്ക് ശേഷം ശുശ്രൂഷിക്കുന്ന വിലയേറിയ കർത്താവിന്റെ അഭിഷക്തന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് മോനീഷ് മാത്യു. പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനവുമായി ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. ഇന്ന് ഈ വചനത്തിലൂടെ ദേശത്തോട് അങ്ങ് ഇടപെടണമേ. ഇവിടെ കടന്നുനിരിക്കുന്ന ദൈവജനത്തോട് അങ്ങ് കൃത്യമായി സംസാരിക്കണമേ. കർത്താവേ, ഈ വചനം ആത്മീക വർധനവിനും വിടുതലിനും ആശ്വാസത്തിനും പ്രബോധനത്തിനും കാരണമായി തീരട്ടെ. ദൈവവചനത്തിന്റെ പ്രകാശനം ഹൃദയദൃഷ്ടികളെ ശോഭിക്കാതെ വണ്ണം ഈ ദേശത്ത് ഉയർന്നു നിൽക്കുന്ന പൈശാചിക മേഖലകൾ ഈ രാത്രിയിൽ അതിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന ജനത്തിന്റെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. അവർ സുവിശേഷത്താൽ പിടിക്കപ്പെടട്ടെ. അവർ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ആമേൻ. അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. അരുതാത്തൊരു വാക്കുരിയാടാൻ അടിയങ്ങളെ അനുവദിക്കരുത്. അവിടുത്തെ രക്തത്തിലും നീതിയിലും അറിയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. നാം വായിച്ച വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോസ്തലനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 58-ാം വാക്യമാണല്ലോ നാം വായിച്ചത്. അവിടെ പൗലോസ് ലീഗ, ധന്യനായ പൗലോസ് ലീഗ ഇങ്ങനെ ആമേൻ പറയുകയാണ്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവിൻ. ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നേട്ടെ അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരാനാണ് നമ്മുടെ വിളി. ഒരു കൺവെൻഷന്റെ സമയത്തോ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തോ മാത്രമല്ല, ഇന്ന് ഈ ദേശനിവാസികളോട് ദൈവം ഇടപെടുമ്പോൾ തന്നെ, ദൈവത്തിന്റെ വചനത്തിലൂടെ അവരുടെ ഹൃദയദൃഷ്ടികളെ തൊടുമ്പോൾ തന്നെ, ഈ പന്തലിന്റെ കീഴിൽ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ അകത്തും പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവന്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണമെന്നാണ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുക, നിങ്ങൾ ഉറപ്പുള്ളവരാകണം. 2, നിങ്ങൾ കുലുങ്ങാത്തവരാകണം. 3, അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. വല്ലപ്പോഴും എന്നല്ല, വർഷത്തിൽ ഒരിക്കലെന്നല്ല, ഒരു കൺവെൻഷനോ ഉപവാസ പ്രാർത്ഥനയുടെയോ നാഴിക വരുമ്പോഴല്ല, മറിച്ച് ഓൾവേസ് എപ്പോഴും അവന്റെ വേലയിൽ ഉദിച്ചു വരുന്ന ഒരു തലമുറയെ, സഭയെ സ്വർഗ്ഗം അന്വേഷിക്കുകയാണ്. അവർക്കാണ് ദേശത്തിന്റെ നടുവിൽ ഒരു കൊയ്ത്തുള്ളത്. അവരിലൂടെയാണ് ഈ അന്ത്യകാലത്ത് ഒരു ഉണർവുള്ളത്. ഈ രാത്രിയിലും ഞാനും എന്റെ സഭയും ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ വല്ലപ്പോഴുമല്ല എപ്പോഴും കർത്താവിനെ സ്തുതിക്കുമെന്ന് ഉറപ്പുള്ളവർ, ആ പ്രതിജ്ഞയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൊരിന്തിന്റെ മ്ലേച്ഛതയുടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് പൗലോസ് ലീഗ സുവിശേഷവുമായി. കൊരിന്ത് പട്ടണം അനീതിക്കകത്തും അക്രമങ്ങൾക്കകത്തും മ്ലേച്ഛതകൾക്കകത്തും ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പട്ടണം. ഇതുപോലെയൊക്കെ ഏകദേശമാണ് നാം ആയിരിക്കുന്ന നമ്മുടെ പട്ടണം. അന്യാരാധന കൊണ്ട്, വിഗ്രഹങ്ങൾ കൊണ്ട്, ആഭിചാര പൂജകൾ കൊണ്ട്, മറ്റ് അനാചാരങ്ങൾ കൊണ്ട് ദേശം നിറഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ സുവിശേഷത്തിന്റെ വെളിച്ചവുമായി പൗലോസ് ലീഗ കൊരിന്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കൊരിന്തിലേക്ക് പൗലോസ് ചെല്ലുമ്പോൾ ദൈവവചനത്താൽ കൊരിന്ത് പിടിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. കൊരിന്തിന്റെ മ്ലേച്ഛതകൾക്കകത്ത് പൗലോസ് കടന്നു ഉരുണ്ടെന്നല്ല, പൗലോസ് അതിനകത്ത് തകർന്നെന്നല്ല. ഹല്ലേലൂയ. അതാണ് സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കലപ്പില്ലാതെ പ്രസംഗിച്ചതിനാൽ കൊരിന്തിൽ ഒരു സഭ ഉടലെടുക്കുവാനിടയായിത്തീർന്നു. സഭ സകല കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി മുൻപോട്ട് ചലിക്കുമ്പോൾ പലതരത്തിലുള്ള മത ഉപദേശങ്ങൾ, കള്ള അപ്പോസ്തലന്മാർ,
സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറുവാനിടയായി തീർന്നു. ഇവർ വിപരീത ഉപദേശം പഠിപ്പിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, പല മ്ലേച്ഛതകൾ സഭയ്ക്കകത്ത് തന്നെ നടക്കുവാനിടയായി തീർന്നു. പുനരുദ്ധാനമില്ല, അങ്ങനെയൊക്കെ ഉള്ള പല ഉപദേശങ്ങൾ കടന്നുകൂടി. ആയതിന്റെ നടുവിൽ പൗലോസ് അപ്പോസ്തലൻ ആ വാക്കുകളെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ക്ലേവയുടെ ആൾക്കാരാൽ അറിഞ്ഞിട്ട് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞിരിക്കുകയാൽ അവൻ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ! ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ നമ്മൾ മറ്റുള്ള വ്യക്തികളോട് നിങ്ങൾ ഉറപ്പുള്ളവരാകണമെന്ന് പറയാറുണ്ട്. നാമും പലപ്പോഴും കുലുങ്ങാത്തവരായി നിൽക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പുള്ളവനായി നിൽക്കാൻ എങ്ങനെ കഴിയും? അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരാൻ എങ്ങനെ കഴിയും? ആയതിന്റെ ഒരു സത്യം മർമ്മമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവാൻ ഇടയാകണമെങ്കിൽ വിരലുകൊണ്ട് മണ്ണിനകത്ത് എഴുതുന്നത് പോലെയല്ല, കാരിരും പാറി കൊണ്ട് പാറമേൽ എഴുതുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ മാംസ പലകകൾക്കകത്ത് എഴുതി വെക്കേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യം എന്തെന്നറിയാമോ? കർത്താവിൽ എന്റെ പ്രയത്നം വൃഥാവല്ല. ഹല്ലേലൂയ! ഒരുവൻ ഉറപ്പുള്ളവനും കുലുങ്ങാത്തവൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരാൻ അവൻ ഉതകണമെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അവൻ എഴുതി വെക്കേണ്ട ഒരു സത്യം, അത് മറ്റൊന്നുമല്ല, എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നുള്ളതാണ്. ഇന്ന് ഈ രാത്രിയിൽ അവനാമെ വീണ്ടെടുക്കപ്പെട്ട ആത്മനിറവ് പ്രാപിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഈ ഒരു ഉറപ്പുണ്ട്? എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല, ഞങ്ങളുടെ ആരാധന വ്യർത്ഥമല്ല, ഞങ്ങൾ ഉപവസിക്കുന്നത് വൃഥാവല്ല, ഞങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് വൃഥാവല്ല, ഞങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് വ്യർത്ഥമല്ല. ആമേൻ. 2025 പ്രാഥമിക മാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഉറപ്പുള്ളവരും നാം കുലുങ്ങാത്തവരും അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവാൻ കാരണക്കാരുമാകണമെങ്കിൽ നമ്മുടെ അകത്തളങ്ങളിൽ ഈ രാത്രിയിൽ കുറിച്ചു വെക്കണം, എന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല. ആ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പെന്തക്കോസ്തിന്റെ കാലഘട്ടത്തിന്റെ ഇരുണ്ട യുഗം എന്ന് പറയുന്നത് എന്താ? പെന്തക്കോസ്തിന്റെ ഇരുണ്ട യുഗം എന്ന് പറയുന്നത് വെട്ടവും വെളിച്ചവും ഇല്ലാതിരുന്ന കാലയളവിൽ അപ്പച്ചന്മാർ ചൂടും കത്തിച്ച് കാലിൽ ചെരുപ്പുമിടാതെ മലകളും കുന്നുകളും താണ്ടിയിറങ്ങി സത്യസുവിശേഷം അറിയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പെന്തക്കോസ്തിന്. പെന്തക്കോസ്തിന്റെ ഇരുണ്ട യുഗം അല്ല, ഞാൻ പറയുന്നു, അത് പെന്തക്കോസ്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. പക്ഷെ എന്താ പെന്തക്കോസ്തിന്റെ ഇരുണ്ട യുഗം? പെന്തക്കോസ്തിന്റെ ഇരുണ്ട യുഗം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിക്കാതെ ദൈവവചനത്തെ കോട്ടിക്കയുന്ന, ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന, അവന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ഇന്ന് സഭയ്ക്ക് ഈ രാത്രിയിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. ആമേൻ. നമ്മുടെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല, നമ്മുടെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല. ആ ഉറപ്പ് നമ്മുടെ അകത്ത് നങ്കൂരമിടുമ്പോഴാണ് നമുക്ക് അവന്റെ വേലയിൽ വർദ്ധിക്കുവാനിടയായി തീരുന്നത്. അപ്പോഴാണ് നമ്മൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി തീരുന്നത്. മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് എങ്ങനെയും ജീവിക്കുക. ഈ തറയിൽ നമ്മുടെ ആയുസ് അല്പം മാത്രമേ അല്ലല്ലോ. ആയതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഇന്ന് കിട്ടുന്ന ദിവസം എത്രമാത്രം ലോകത്തിന്റെ സുഖലോലുപതകൾക്കകത്ത് നാം രസിക്കാൻ കഴിയുമോ അത്രയും രസിക്കുക എന്നുള്ള ഉപദേശം കടന്നു കയറിയപ്പോൾ അതിന്റെ നടുവിൽ പൗലോസ് പറയുകയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ
സകല മനുഷ്യരിലേക്കും അരിഷ്ടന്മാരാണ്. ഇന്ന് ഈ ദേശനിവാസികളോട്, ഈ ഈ സഭാങ്കണത്തിൽ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രമാണോ? ഈ ലോകം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുമ്പോൾ നാളെ എന്തെന്ന് അറിയത്തില്ല, നാളെ എങ്ങനെന്ന് അറിയത്തില്ല, നാളെ മരിച്ചു പോകും. ആയതുകൊണ്ട് ഇന്ന് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഈ ലോകം പറയുമ്പോൾ ഈ രാത്രിയിലും ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധിയിൽ ആരാധിക്കാൻ ഇടയാകുന്നതിന്റെ പിൻപിലുള്ള രഹസ്യം ഞങ്ങൾക്കൊരു സത്യമറിയാം. ഈ ആയുസിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. ദേശനിവാസിയെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് നീ ജീവിക്കുകയാണോ? ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നിന്റെ അന്ത്യം എന്തായി തീരും? കത്തുന്ന തീപ്പൊയ്യാണോ നിന്റെ ഓരി? അതോ ഒരു നിത്യഭവനം? ആ ഭവനത്തെ കുറിച്ചുള്ള പ്രത്യാശ നിനക്കുണ്ടോ? ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് വെറും അരിഷ്ടന്മാരായി തീരാൻ ദൈവം മാനവകുലത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആയതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം ഇങ്ങനെ എഴുതി, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും നശിച്ചു പോകാതിരിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. സഹോദര, സഹോദരി, ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതെന്റെ പിതാവാണ്, അത് നസ്രയനാകുന്ന യേശുവാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ പേരും നിന്റെ ജനന സ്ഥലവും തീയതിയും കുറിച്ചു വെച്ച ഒരു ദൈവം, നിന്റെ തലയിലെ മുടിവോ അവ ഒന്നുപോലും കൊഴിയുന്നത് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനാണ്. അവനെ വിശ്വസിച്ചവരാരും അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് ഈ രാത്രിയിൽ എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? ഈ സ്റ്റേജിൽ നിന്ന് എന്റെ യേശുവിന്റെ നാമത്തെ വിളിച്ചുയർത്താൻ കാരണം അവങ്കിലേക്ക് നോക്കിയ ഞങ്ങൾ പ്രകാശിതരായതുകൊണ്ടാണ്. ഞങ്ങളുടെ കുടുംബം പ്രകാശിക്കപ്പെട്ടു, ഞങ്ങളുടെ ജീവിതം പ്രകാശിക്കപ്പെട്ടു. ഏതാ വഴി, ഏതാ സത്യം, ഏതാ രക്ഷ എന്നറിയാതെ നടന്ന കാലഘട്ടത്തിൽ ഒരു വചനം ഞങ്ങളുടെ കാതിൽ തേടിയെത്തി. ആ വചനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു. ഇന്ന് വഴി ഏതാന്ന് തെരയുന്ന, ഏതാ സത്യമെന്ന് തെരയുന്ന ദേശനിവാസിയെ, ആരെനിക്ക് നിത്യജീവൻ തരും, ആത്മാവിന്റെ മോചനം തരുമെന്ന് തെരയുന്ന ദേശനിവാസിയെ, നിന്നോടായ ഒരു സത്യം വിളിച്ചു പറയാനുണ്ട്. ആമേൻ. ഈ ലോകത്തിൽ ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞു വന്ന ഒരുവനെ ഉലക ചരിത്രത്തിൽ ഉള്ളൂ, അത് നസ്രയനാകുന്ന യേശുവാണ്. ലോകത്തിൽ ദൈവമെന്ന് പറഞ്ഞ് പേരെടുത്തു വന്ന അനേകമുണ്ട്. അവരാരും ഞാനാണ് ഉലകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവരിലൊക്കെ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ഒരുവനിൽ മാത്രം ഇരുളില്ല. അവങ്കിലേക്ക് ഇന്ന് നീ നോക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിന്റെ ഇരുളുകൾ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിന്റെ എവിടെയൊക്കെ കർമ്മേക പടലങ്ങൾ പോലെ ഇരുളുകൾ മൂടിക്കിടക്കുന്നുവോ അവങ്കിലേക്ക് നോക്കിയാൽ മൂടുപടം മാറിപ്പോകൂ. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുന്നത് പോലെ ഈ ദേശത്തിൽ ഇന്ന് രാത്രിയിൽ ചില മൂടുപടങ്ങൾ കീറിപ്പോകട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവജനം, കരങ്ങൾ ആമേനാമേ കൊണ്ടുവന്ന ദൈവജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അവർ ആരാധിക്കുമ്പോൾ അടിസ്ഥാനം കുലുങ്ങും. ഈ രാത്രിയിൽ ഒരു മെസ്സേജ് കേൾക്കാൻ മാത്രമല്ല, അന്യഭാഷയിൽ ആരാധിപ്പാൻ വരം ലഭിച്ചവർ അവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ആമേൻ. മൂടുപടങ്ങൾ ഈ ദേശത്തിന്റെ കീഴ് മാറുകയാണ്. ആമേൻ. പൗലോസ് ചോദിക്കുക, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരിലേക്കും അരിഷ്ടന്മാരാണ്. ഈ ആയുസ്സിൽ മാത്രമാണോ നമ്മുടെ പ്രത്യാശ? ഈ ഭൂമിയിൽ എന്തൊക്കെയോ കെട്ടിപ്പൊക്കണം, ഈ ലോകത്തിൽ എങ്ങനെ ഒന്നാമനാകണം എന്നുള്ള നിലവാരത്തിൽ ഓടുന്ന പ്രിയ സഹോദര, ഈ ആയുസ്സിൽ മാത്രം നീ പ്രത്യാശ വച്ചിരിക്കുകയാണോ? ഈ രാത്രിയിൽ ദൈവം നിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ നിന്റെ അന്തം എന്തായി തീരും? നിന്റെ അന്തം എന്തായി തീരും? ഈ വലിയൊരു ചോദ്യം നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഈ രാത്രിയിൽ ഞങ്ങൾ ആമേ മരിച്ചാലും ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാ മതപുരാണങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചു: മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിനോട് തിരികെ ചേരും. 6 അടി മണ്ണിൽ തിരികെ ചേരാനുള്ളവരാണ് നാം എന്ന് വിശുദ്ധ ബൈബിളും എല്ലാ മതഗ്രന്ഥവും വിളിച്ചു പറയുന്നു. മണ്ണിൽ നിന്നും ദൈവം മണ്ണിനെ കുഴച്ചൊരു രൂപമുണ്ടാക്കി ദൈവത്തിന്റെ രൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതിൽ ജീവനില്ലായിരുന്നു. ദൈവം തന്റെ ശ്വാസം മൂക്കിലേക്ക് ഊതി അതിന് ജീവൻ കൊടുത്തു. അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിൽ നീ തിരികെ ചേരുമെന്ന് പറയുമ്പോൾ അത് വാസ്തവമാണ്, സത്യമാണ്. മണ്ണിൽ നിന്നാണ് നമ്മളെ എടുത്തത്, നമ്മൾ മണ്ണിലേക്ക് തിരികെ ചേരും. ഈ ശരീരം മണ്ണിന്റെ വകയാണ്. മണ്ണ് കുഴച്ച ഒരു രൂപമുണ്ടാക്കി ആയതുകൊണ്ട് ഏതൊരുവനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ആമേൻ, ആമേൻ, ആമേൻ. അവൻ മരിക്കുന്നു. മരിച്ച് അവനെ എടുത്ത മണ്ണിലേക്ക് അവന്റെ ശരീരം തിരികെ ചേരുന്നു. എന്നാൽ ആ വ്യക്തിയിൽ ജീവൻ കൊടുത്ത് നിലനിർത്തിയ ഒരാത്മാവുണ്ട്. ആ ആത്മാവ് മണ്ണിന്റെ അല്ല. മണ്ണ് മണ്ണിനോട് ചേരുമ്പോൾ ആത്മാവ് എവിടെ പോകും? ആത്മാവ് എവിടെ പോകും സഹോദര? നീ മരിച്ചാൽ നീ മണ്ണാണ്. നിന്റെ ശരീരം മണ്ണിനോട് ചേരുന്നു. എന്നാൽ നിന്നിൽ ജീവൻ തന്ന് നിന്നെ നിർത്തിയ ഒരു ശ്വാസമില്ലേ, അതാണ് ആത്മാവ്. മണ്ണ് മണ്ണിനോട് ചേരുമ്പോൾ ആത്മാവ് എവിടെ പോകും? വചനം പറയുന്നു, സഭാപ്രസംഗിക്കകത്ത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മണ്ണ് മണ്ണിനോട് തിരിച്ചു ചേരുമ്പോൾ. സഭാപ്രസംഗി 12:7 ഒന്ന് വായിക്കാമോ? പൊടി പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. കണ്ടോ, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അടുത്തത്, ആത്മാവ് അത് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകും. ഹല്ലേലൂയ. ആത്മാവ് എങ്ങോട്ട് പോകും? മണ്ണിന്റെ വകയാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് മണ്ണ് മണ്ണിനോട് തിരികെ ചേരുമ്പോൾ, ഈ ശരീരം മണ്ണിനോട് ചേരുമ്പോൾ, ഈ ശരീരത്തിൽ ജീവൻ തന്ന് ഈ ശരീരത്തെ നിർത്തിയ ആത്മാവിന്റെ ഉടയവന്റെ അടുക്കലേക്ക് ചെല്ലും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് നാം മരിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ ഉടയവന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആത്മാവിന്റെ ഉടയവന്റെ അടുക്കലേക്ക് നമ്മുടെ ആത്മാവ് ചെന്ന് നിൽക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പൊ മണ്ണ് മണ്ണോട് ചേരും, ആത്മാവിന്റെ ഉടയവന്റെ അടുക്കൽ ചെല്ലും. അവിടെ ആത്മാവിന്റെ ഉടയവൻ ന്യായാധിപതി ആ സിംഹാസനത്തിന്റെ മുൻപിൽ നീ ജീവനോ ഇരുന്നപ്പോൾ
ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെന്ന് നിൽക്കേണ്ടി വരും. അത് മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ, അമേനാമ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ഇത് മരിച്ചാൽ നിന്റെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവിടെ ദൈവത്തിന്റെ ന്യായാധിപന്റെ മുമ്പാകെ, ന്യായസിംഹാസനത്തിന് മുമ്പാകെ നീ ചെന്ന് നിൽക്കേണ്ടി വരും. എന്തിനെന്നറിയാമോ? നീ ശരീരത്തിൽ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ആത്മാവ് ശരീരത്തിൽ ഇരുന്നപ്പോൾ. അവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ എന്ന് പറയണമെങ്കിൽ മോയേശ് എന്ന ഞാൻ മരിച്ചാൽ നിങ്ങൾ പറയും മോനേശു മരിച്ചുപോയി. അപ്പോൾ ഞാൻ എവിടെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ഇട്ടിരുന്ന ഉടുപ്പും പാൻറ്റും എല്ലാം ഇട്ട് ഞാൻ അവിടെ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് മരിച്ചു പോയെന്നാണ്. എന്താ പോയത്? എന്നിൽ ജീവൻ തന്ന, എന്നെ ജീവനോടെ നിർത്തിയ ആത്മാവ് പോയി. ആത്മാവാ പോയത്. ആത്മാവ് ഈ വായുമണ്ഡലത്തിൽ ആമെ കൈ നടക്കുവല്ല. ആമെ കർത്താവിനെ ആമെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു പൈതലിന്റെ മരണശേഷം അവന്റെ ആത്മാവ് പ്രേതമായി ഇവിടെ കറങ്ങി സഞ്ചരിക്കുകയല്ല. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലെത്തും. സഹോദര, ഈ ഒരു ഉറപ്പ് നിനക്കുണ്ടോ? അപ്പോൾ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറയണമെങ്കിൽ ആത്മാവ് അവന്റെ ശരീരത്തിൽ ഇരുന്നപ്പോൾ. അപ്പോൾ സഹോദര, ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ ആത്മാവിന്റെ മോചനം നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞല്ല കിട്ടുന്നത്. നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ മോചനത്തിന് വേണ്ടി കരുതണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് ആത്മാവിന്റെ രക്ഷയ്ക്കായി, മോചനത്തിനായി ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്താലും അതിന് ഫലമില്ലെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. കാരണം ആത്മാവ് ശരീരത്തിൽ ഇരുന്നപ്പോൾ നീ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം നീ പ്രാപിക്കും. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞ് ആത്മാവിന്റെ മോചനത്തിനായി നാം എന്ത് പൂജയും ക്രിയയും എന്ത് നേർച്ചയും ആമ എന്ത് ചെയ്താലും അതിന് പ്രയോജനമില്ല. അല്ലെങ്കിൽ ദൈവം അനീതിയുള്ളവനെന്ന് പേര് വരും. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഞാൻ വളരെ ക്രമം കെട്ടവനായി നടന്നു എന്ന് ചിന്തിക്കുക. എനിക്ക് ദൈവമില്ല, ഞാൻ മദ്യപിച്ചും മോശക്കാരായി മ്ലേച്ഛതകൾ ചെയ്തും പിടിച്ചു വച്ചും ഞാൻ ജീവിച്ചു. എന്റെ മരണാനന്തരം ഞാൻ സ്റ്റാൻലി ബ്രദറിനെ വിളിച്ചു, അല്ലെങ്കിൽ ജീവനോട് ഇരിക്കുമ്പോൾ സ്റ്റാൻലി ബ്രദറിനെ വിളിച്ചിട്ട് 50,000 രൂപ കൊടുത്തിട്ട് പറയുക, ഞാൻ മരിച്ചു കഴിയുമ്പോൾ പൂജ ചെയ്ത് ക്രിയ ചെയ്ത് എന്റെ ആത്മാവിനെ അങ്ങ് കേറ്റണം, മോശം വരുത്തണമെന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവം മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ലോ. എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവം വിശുദ്ധനാണ്. ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് മരണാന്തരം നാം ചെയ്യുന്ന ക്രിയകൾക്ക് നമ്മുടെ ആത്മാവിന് മോശം വരുത്താൻ പറ്റത്തില്ല. അതാ വചനം എഴുതിയ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ ഇരുന്നപ്പോൾ നീ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം നീ പ്രാപിക്കും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആത്മാവിന്റെ മോക്ഷം ആത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നേടേണ്ടത്. ആത്മാവ് പോയി കഴിഞ്ഞല്ല ആത്മാവിന്റെ മോക്ഷം. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആത്മാവിന്റെ രക്ഷയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം, യേശു ക്രിസ്തു. ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും നശിച്ചു പോകാതെ അവൻ
അവന്റെ ആത്മാവിന് മോചനം കിട്ടേണ്ടതിന്, അവന് നിത്യജീവൻ നൽകേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ സഹോദര, നിന്നെ സ്നേഹിച്ചു. നിനക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പുത്രൻ നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മളുടെ സകല അനീതിയും അതിക്രമങ്ങളും തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാമതൊരു കള്ളനെ പോലെ കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി മരിക്കപ്പെട്ടു. തന്റെ പുത്രനെ ഇന്ന് പരസ്യമായി ദൈവം നിർത്തിയിരിക്കുകയാണ്. വാനത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ അവൻ രക്ഷിക്കപ്പെടാൻ, നിന്റെ ആത്മാവിന് രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ എന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ രാത്രിയിൽ നീ ആത്മാവിന്റെ മോചനത്തിനായി, നീ ആത്മാവിന്റെ രക്ഷയ്ക്കായി ആ പുത്രനെ നോക്കുക, ആ കാൽവറിയിലേക്ക് നോക്കുക. മുഴു മാനവകുലത്തിന്റെയും പാപം തിരുവേദിയിൽ ചുമന്ന് യേശു ഇതാ കാൽവറിയിൽ നിനക്കും എനിക്കും വേണ്ടി മരിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ ശാപങ്ങൾക്ക് വേണ്ടിയാണ്, എന്നെ വീണ്ടെടുക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നതെന്നും യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾക്ക് മോചനമുണ്ടെന്നും യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ ആത്മാവിന് ഒരു നിത്യത ലഭ്യമാകുമെന്നും നീ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനം ലഭ്യമാകുകയാണ്, നിനക്ക് ആത്മാവിന്റെ ശാന്തി ലഭ്യമാകുകയാണ്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞ് നാം ചെയ്യുന്ന ഏതൊരു ക്രിയക്കും ആത്മാവിനെ മോശം വരുത്താൻ കഴിയത്തില്ല. ശ്രദ്ധിക്ക്, നാം വീട്ടിലൊരു വാഴ വെച്ചു എന്ന് ചിന്തിക്കുക. ഒരു ഉദാഹരണം, ആ വാഴയ്ക്ക് വേണ്ടതുപോലെ നമ്മൾ വേണ്ട ആ രാസവളങ്ങളും വേണ്ട ക്രിയകളും ഒക്കെ ചെയ്യാതെ ആ വാഴ തന്നെ അങ്ങ് കിളിച്ചു, തന്നെ വളർന്നു, ആ ഒരു കൊല കായിച്ചു. വലിയ കൊലയൊന്നുമല്ല, ഒരു 10-12 ആന്നിക്ക. ആ കൊല വിൽക്കാൻ വേണ്ടി ഞാൻ ചന്തയിൽ പോയി. ചന്തയിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടു. എൻ്റെ സ്നേഹിതനും അതുപോലെ ഒരു കൊല വിൽക്കാൻ വന്നതാ. സ്നേഹിതനോട് ഞാൻ ചോദിച്ചു, നിന്റെ കൊല വിറ്റിട്ട് എത്ര കിട്ടി? സ്നേഹിതൻ പറഞ്ഞ 500 രൂപ കിട്ടി. അയ്യോ, ഞാൻ പറഞ്ഞോടാ, ഞാനും കൊല വെച്ചു, ആഴ വെച്ചു. ഞാൻ വെട്ടിയിട്ട് എനിക്ക് കിട്ടിയ ആകെ 10 മണിക്കായ 10 രൂപയെ കിട്ടിയോളൂ. അപ്പൊ എന്റെ സ്നേഹിതൻ എന്നോട് ചോദിക്കുക, എടാ നീ വാഴ വെച്ചപ്പോ പുരുടാൻ പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചു, പുരുടാൻ അതെന്തോ? അവൻ ചോദിച്ചെടാ നീ വാഴ വളർന്നപ്പോൾ വേണ്ട വളമൊക്കെ ഇട്ട് കൊടുത്തോ? ഫാറ്റംപോസും പൊട്ടാസും സോഡിയവും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നോ? ഞാൻ ചോദിച്ചു, അതെന്തോ ഫാറ്റംപോസ്? എനിക്കിത് കേട്ടപ്പോ വലിയ വിഷമമായി, വലിയ സങ്കടമായി. കാരണം വാഴയ്ക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കിട്ടിയ 10 രൂപ കൊണ്ട് കുറച്ച് അല്പവും കൂടെ 10 രൂപ ഇട്ട് അല്പം ആ ഡിപ്പോയിൽ നിന്ന് വളമൊക്കെ മേടിച്ച് എന്റെ വീട്ടിലെത്തി. ഞാൻ വെട്ടിയ വാഴയുടെ മാണം അവിടെ നിൽക്കുക. ആ മാണത്തിന്റെ കീഴിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ വാഴേ, സത്യമായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ഇടാമെന്ന്. എനിക്കിപ്പോഴാ ഞാൻ സത്യം അറിഞ്ഞേ എന്ന് ചൊല്ലി ഞാൻ അതിന്റെ ചുറ്റും കുറച്ച് പുരുടാനും കുറച്ച് ഫാക്ടബോസും യൂറിയൊക്കെ ഇട്ട് അടുത്ത 41, അടുത്ത 21, അടുത്ത 7, 3 അതിന്റെ ചുറ്റിലും കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഈ വാഴ ഇനിയും ഫലം തരുമോ? ഇല്ല. നല്ല കൊല വെട്ടണമായിരുന്നെങ്കിൽ അത് വെട്ടുന്നതിന് മുന്നമേ നമ്മൾ വേണ്ട ക്രിയ ചെയ്യണമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ, കൊല വെട്ടിക്കഴിഞ്ഞല്ല, മാണത്തിന്റെ ചവിട്ടിലല്ല വളമിടേണ്ടത്. നിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് ആത്മാവിന്റെ മോശത്തിന് വേണ്ടി അല്ല ചെയ്യേണ്ടത്. ആത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ
ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്കവണ്ണം നാം പ്രാപിക്കും. അത് മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ മോക്ഷം സാധ്യമോ? സാധ്യം. അനേകർ ആത്മാവിന്റെ മോക്ഷത്തിനായി മലകളും കുന്നുകളും പാപങ്ങളുടെ മോചനത്തിനായി മലകളും കുന്നുകളും താണ്ടി ഇറങ്ങുകയാണ്. അനേകർ ഓരോ നദികളിൽ പോയി കുളിക്കുകയാണ് പാപങ്ങളുടെ മോചനത്തിനായി. എന്നാൽ കടും ചുവപ്പായിരിക്കുന്ന നമ്മുടെ പാപം എങ്ങനെ മോചിക്കാൻ കഴിയുമെന്ന് തിരുവചനം വേദപുസ്തകം വിളിച്ചു പറയുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുരാണങ്ങളിൽ മനുഷ്യർ ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിനായി അവർ മൃഗങ്ങളെ യാഗം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 10:5-4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ലോ. ശ്രദ്ധിച്ചേ. അപ്പോൾ എല്ലാ മതങ്ങളും എല്ലാ പുരാണങ്ങളും അവര് ചെയ്ത പാപങ്ങളുടെ മോചനത്തിനായി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെ പാപത്തിൽ നിന്ന് മോചനം കിട്ടും, എങ്ങനെ ശാപത്തിൽ നിന്ന് വിടുതല കിട്ടും, ആര് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കും, ആര് ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കും? ഈ ചോദ്യം പഴയ കാലങ്ങളിൽ നിഴലിട്ട് നിന്ന് വലിയൊരു ചോദ്യമാണ്. അവര് പാപങ്ങളുടെ മോചനത്തിനായി അവർ ചെയ്തിരുന്നത് ആടുകളെയും കാളകളെയും പ്രാവിനെയും ഒക്കെ യാഗം കഴിക്കുക എന്നുള്ളതായിരുന്നു. ഒരുവൻ പാപം ചെയ്താൽ അവൻ വർഷത്തിൽ അവന്റെ കയ്യിലുള്ള പണത്തിനൊത്തവണ്ണം പണമുള്ളവനാണെങ്കിൽ ഒരു ആടിനെ മേടിച്ചു കൊണ്ടുവരും. അതല്ല, പണം കുറവുള്ളവനാണെങ്കിൽ ഒരു പ്രാവിനെ മേടിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇവർ ചെയ്ത പാപമെല്ലാം ഈ ആട്ടിൻകുട്ടിയുടെ തലയിൽ കൈവച്ച് ഇവർ ചെയ്ത പാപമെല്ലാം അങ്ങ് പറയും. എന്നിട്ട് ഇവർ ഇപ്പോൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു, ഇവരുടെ പാപമെല്ലാം ഇപ്പോൾ ആട്ടുകുട്ടിയുടെ മേൽ ചുമത്തി. എന്നിട്ട് ഈ ആട്ടുകൊറ്റനെയാണ് യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് പഴയ പുരാണങ്ങൾ, പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ ഒരു ഉടമ്പടി, ആ ഉടമ്പടി ദൈവം സ്ഥാപിച്ചത് ഇങ്ങനെയാണ്: കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ നീക്കാൻ കഴിയത്തില്ല. മൃഗത്തിന് വിവേകമില്ല, മനുഷ്യന് വിവേകമുണ്ട്. നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അറിയാൻ സഹോദരാ നിനക്ക് ബുദ്ധിയുണ്ട്. ഏതാ പാപം, ഏതാ നീതി, ഏതാ അനീതി എന്ന് തിരിച്ചറിയാൻ സഹോദരാ നിനക്ക് വിവേകം ദൈവം തന്നു. എന്നാൽ മൃഗത്തിന് വിവേകമില്ല. മൃഗത്തിന് ഏതാ നന്മ ഏതാ തിന്മ എന്നറിയാൻ ജ്ഞാനമില്ല. ഏത് തിന്നണം, ഏത് ഒഴിച്ചു വിടണം, ഇതൊന്നും അറിയത്തില്ല. നാം നല്ലൊരു വാഴ നട്ടാലും തെങ്ങ് നട്ടാലും അത് എന്റെ യജമാനൻ നട്ടതാ, നല്ലതാ, അതിനെ തിന്നരുത് എന്ന് മൃഗത്തിന് അറിയത്തില്ല. അതിന് വിവേകമില്ല. അപ്പൊ വിവേകമുള്ള മനുഷ്യൻ, നന്മ തിന്മയെ തിരിച്ചറിയാൻ കഴിവുള്ള മനുഷ്യൻ, അവനറിയാം ഇന്നത് പാവമാണ്, ഇന്നത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണ്. അവന്റെ മനസ്സാക്ഷി അവനോടത് പറയുന്നുണ്ട്. സഹോദരാ, നിന്റെ മനസ്സാക്ഷി നിന്നോട് എത്ര പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്? ഇന്നത് തെറ്റാണെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? എന്നിട്ടും നന്മയെ തോൽപ്പിച്ച് തിന്മ ചെയ്യാൻ തിന്മയെ തോൽപ്പിച്ച് നന്മ ചെയ്യാൻ കഴിയാതെ നീ വീണ്ടും വീണ്ടും തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ നന്മ തിന്മയെ തിരിച്ചറിയാൻ കഴിവുള്ള നീ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി
വിവേകമുള്ള നീ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി വിവേകമില്ലാത്ത മൃഗത്തെ യാഗം കഴിച്ചാൽ അത് ആമി പാപമോചനം തരുത്തില്ല എന്ന് വചനം പറയുന്നു. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ പാപമോചനം എവിടെ കിട്ടും? ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ലെന്നാണ്. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചിന്തണം ഒരാൾ. ആരിനി രക്തം ചിന്തും? മാനവകുലം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിഹാരത്തിനായി ആരിനി രക്തം ചിന്തും? മൃഗത്തിന്റെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപമോചനം വരുത്താൻ കഴിയത്തില്ല. ഇനി ആര് പാപമോചനം തരും? ദൈവത്തിന്റെ വ്യവസ്ഥ പാപമില്ലാത്ത ഒരുവൻ പാപികൾക്ക് വേണ്ടി യാഗമാകണം. പാപമില്ലാത്ത ഒരുവൻ പാപികൾക്ക് വേണ്ടി യാഗമാകണം. പാപമില്ലാത്ത ഒരുവനെ തേടി കുടില് തൊട്ട് കൊട്ടാരം വരെ അന്വേഷിച്ചു. എന്നാൽ പാപമില്ലാത്തവനായി ഒരുവനുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെടുത്തി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അല്ലല്ല നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പാപമില്ലാത്ത ഒരുവൻ പാപികൾക്ക് വേണ്ടി യാഗമാകണം. പാപമില്ലാത്തവനായി ഈ ഉലകത്തെ ആരെയും കണ്ടില്ല. കുടിലോട്ട് കൊട്ടാരം വരെ തിരക്കി നോക്കി, പാപമില്ലാത്തവനായി ആരെയും കണ്ടില്ല. പാപമില്ലാത്തവനായി ആരുമില്ല. ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി ആരുമില്ലാത്തതുകൊണ്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, തന്റെ മാർവോട് ചാരിക്കടന്ന പുത്രനെ, യേശു തമ്പുരാനെ പാപികളായ നമുക്ക് വേണ്ടി ആമേൻ യാഗമാകാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ഫിലിപ്പിയ ലേഖനം പഠിപ്പിക്കുന്നത്. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി അവൻ ദാസരൂപമെത്തി ഈ ഭൂമിയിലേക്ക് വന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാപികൾക്ക് വേണ്ടി യാഗമാകാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ലാഞ്ഞിട്ട് ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. സഹോദര, നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് തന്റെ പുത്രനായ യേശുവിനെ നിനക്ക് വേണ്ടി യാഗമാക്കാൻ നൽകിയത്. അവൻ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവരൂപം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ തേജസ്സിനെ വാരി ഉടുത്തിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഇരുന്ന പുത്രൻ തമ്പുരാൻ ദൈവരൂപത്തിൽ ഇരിക്കാതെ എന്ന് പറഞ്ഞാൽ, ദൈവരൂപത്തിൽ വിശപ്പില്ല, ദാഹമില്ല, രോഗമില്ല, ക്ഷീണമില്ല, വിയർപ്പില്ല, കണ്ണുനീരില്ല. ഈ ഒരു ശരീരം ഒഴിച്ചു വെച്ച് ആമേ വിശപ്പും ദാഹവും രോഗവും ദാരിദ്ര്യവും വേദനയും വിയർപ്പുമുള്ള മനുഷ്യരൂപം സ്വീകരിക്കാൻ തയ്യാറായി. സഹോദര, ഇത് എനിക്കും നിനക്ക് വേണ്ടിയാണ്. എന്റെയും നിന്റെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. ശ്രദ്ധിച്ചേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ദൈവം, സകലത്തിന്റെയും കാരണഭൂതൻ ഇപ്പോൾ മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ഭൂമിയിലേക്ക് വരികയാണ്. ദൈവം താൻ ആയിരിക്കുന്ന ആ രീതിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്കവനെ കാണാൻ കഴിയുമോ? നമുക്ക് അവന്റെ കൂടെ വസിക്കാൻ കഴിയുമോ? അവനോട് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. ഈ ഭൂമിയിൽ നിന്നും എത്ര മൈലുകൾ അപ്പുറത്താണ് സൂര്യൻ. ഈ സൂര്യനെ നാം നട്ടുച്ചയ്ക്കൊന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും. എന്നാൽ ഈ സൂര്യനെ പടച്ചവൻ, ഈ സൂര്യനെ നിർമ്മിച്ചവൻ അതേ തേജസ്സിൽ ഇറങ്ങി വന്നാൽ നമുക്കവനെ കാണാൻ കഴിയുമോ? നമുക്കവന്റെ കൂടെ ജീവിക്കാൻ, നടക്കാൻ കഴിയുമോ? കഴിയത്തില്ല. ആയതുകൊണ്ട്
അവരെന്ത് ചെയ്തു? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് പിതാവും തന്റെ പുത്രനെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്നലെയുടെ കൊളരുതാഴ്മയിൽ പിഴച്ചുപെറ്റ ജാരസന്തതിയല്ല. ലോകത്തിന്റെ ബുദ്ധിരാശസന്മാർ കൂട്ടി കെട്ടുകഥയുണ്ടാക്കി ചമച്ച കെട്ടുകഥയല്ല എന്റെ യേശു. മറിച്ച് തിരുവെഴുത്തുകൾ മുൻചൊന്നത് പ്രകാരം കാലത്തികയിൽ കന്യകയിൽ പൂജാതനായ അവൻ ദൈവമാണ് യേശുക്രിസ്തു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ന്യായപ്രമാണം നിഴലായിരുന്ന ന്യായപ്രമാണം ഒരാട്ടുകൊറ്റനെ അറുത്ത് പാപത്തിന്റെ ശുദ്ധി വരുത്തിയെങ്കിൽ അമേ പഴയ നിയമം ന്യായപ്രമാണം നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമം യേശുക്രിസ്തു സാക്ഷാൽ ആട്ടിൻകുട്ടി. വരുവാനുള്ള നന്മകളുടെ നിഴലായ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് സാക്ഷാൽ പാപമോചനത്തിനായി ഭൂമിയിൽ അവതരിച്ചവനത്രേ യേശുക്രിസ്തു. ഈ ലോകം അതുവരെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതുവരെ ഈ ഉലകം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഇരുളിലാണ്, ആര് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും? അതുവരെ ഈ ഉലകം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ അസത്യത്തിലാണ്, ആര് ഞങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരും? അതുവരെ ഉലകം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ നിത്യ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്, ആര് ഞങ്ങളെ ജീവനിലേക്ക് കൊണ്ടുപോകും? അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെ, ആമേൻ, അസത്വമാ സദ്ഗമയ, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് ആര് കൊണ്ടുപോകും? ഇല്ലെങ്കിൽ സത്യത്തിലേക്ക് നടത്തണേ. രണ്ടവർ ചോദിച്ചു, തമസ്വമാ ജ്യോതിഗമയ, ഞങ്ങൾ തമസാണ്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുള്, ഇരുളിൽ നിന്ന് ജ്യോതി എന്ന് പറഞ്ഞാൽ വെളിച്ചം. വെളിച്ചത്തിലേക്ക് ആര് ഞങ്ങളെ കൊണ്ടുപോകും? ഇല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. മൂന്നവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മരണത്തിൽ വിധിക്കപ്പെട്ടവരാണ്, ഞങ്ങളെ നിത്യജീവനിലേക്ക് ആര് കൊണ്ടുപോകും? ഈ ഭൂമിയിൽ ദൈവം എന്ന പേര് പറഞ്ഞ അനേകർ വന്നു, പക്ഷെ ആരും അത് ഉത്തരം കൊടുത്തില്ല. ഒരുവൻ ഒഴികെ, എന്റെ നസ്രയൻ, എന്റെ യേശു ഇപ്രകാരം അതിന് ഉത്തരം വെച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയോ, ഞാൻ തന്നെ സത്യമോ, ഞാൻ തന്നെ ജീവനോ. I am the way, I am the truth, and I am the life. നീ ഒരു സത്യാന്വേഷിയാണോ? നീ സത്യം അന്വേഷിക്കുന്ന വ്യക്തിയാണോ സഹോദര? യേശു പറയുന്നു, I am the way. യേശു പറയുന്നു, I am the truth. നിനക്ക് നിത്യതയുടെ ഓഹരിക്കാരാകാൻ, നിനക്ക് വേണ്ടി സ്വലോകം വിട്ട് ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന ഒരുവനുണ്ടെങ്കിൽ അത് നസ്രയനാകുന്ന യേശുവാണ്. അവനിൽ പാപമില്ല. അവൻ പുരുഷന്റെ ഇഷ്ടത്താലും സ്ത്രീയുടെ ഇച്ഛയാലും പുറത്തു വന്ന സന്തതിയല്ല, മറിച്ച് വചനം എഴുതിയിരിക്കുന്നു, അവൻ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നമേ ഏദൻ പൂങ്കാവനത്തിൽ ആദ്യ പിതാക്കന്മാർ പാപം ചെയ്തപ്പോഴേ ദൈവത്തിന്റെ ഹൃദയം ദൈവം വിളിച്ചു പറഞ്ഞു, സ്ത്രീയിൽ നിന്നൊരു സന്തതി ജനിക്കും, അത് പിശാചിന്റെ തലയെ തകർക്കും. ഒടുക്കത്തെ മരണമായ, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ ചവിട്ടാൻ, ഈ ഭൂമിയിൽ അവന്റെ വിഷപ്പല്ല് തകർക്കാൻ, എന്റെയും നിങ്ങളുടെയും പാപത്തിൽ നിന്നും എന്റെയും നിങ്ങളെയും വിടുവിപ്പാൻ, ശാപത്തിന്റെ അമ്മിക്കയറിനകത്തു നിന്നും എന്റെയും നിങ്ങളെയും വിടുവിപ്പാൻ അവൻ സ്വർലോകം വിട്ട് ഈ താണലോകം ഇറങ്ങി വന്ന യേശുവിനെ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ മോചിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താ സൊല്യൂഷൻ? ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ. 5-ാം വാക്യം ഇബ്രായർ 10:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പിന്നെ എന്താ സൊല്യൂഷൻ? ഹനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒഴുക്കി. ഏതാ ഈ ശരീരം? ഇതാ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് പിതാവ് തന്റെ പുത്രൻ ഒരു ശരീരം കൊടുത്തു. ആ ശരീരമാണ് മർത്യ ശരീരം. ആമേനാമി. ദാഹം എന്തെന്നറിയുന്ന, വേദന എന്തെന്നറിയുന്ന, കണ്ണുനീരെന്തെന്നറിയുന്ന, വിശപ്പ് എന്തെന്നറിയുന്ന ഒരു ശരീരം. എന്റെ യേശു ഈ ഉലകത്തിൽ ഇരിക്കുന്ന ദേവന്മാരെന്ന് പേരുള്ള അനേകരെ പോലല്ല. അവരുടെ അടുക്കൽ ചെന്ന് നീ തലവേദന എന്ന് പറഞ്ഞാൽ നിന്റെ തലവേദന എന്തെന്ന് അവർക്കൊരു പക്ഷേ അറിയത്തില്ല. പക്ഷേ തലയിൽ മുൾക്കിരീടം വഹിച്ചവന് നിന്റെ തലയുടെ ഭാരം എന്തെന്നറിയാം, നിന്റെ തലയുടെ വേദന എന്തെന്നറിയാം. എന്റെ യേശു ആ നിനക്ക് വേണ്ടി തലയിൽ ഭാരം വഹിച്ചവനാണ്. ഈ ലോകത്തിരിക്കുന്ന അനേകരോട് ചെന്ന് നിന്റെ ഭാരം പറഞ്ഞാൽ നിന്റെ ഭാരം എന്തെന്ന് ഒരു പക്ഷേ അവർക്കറിയത്തില്ല. എന്നാൽ ലോകം മുഴുവന്റെയും പാപഭാരം ഒരു കുരിശു രൂപേണ തന്റെ ചുമലിൽ ചുമന്നവനാണ് എന്റെ യേശു. അവന് നീ അനുഭവിക്കുന്ന ഭാരം എന്തെന്നറിയോ മാതാവേ? അവന് നീ അനുഭവിക്കുന്ന വേദന എന്തെന്നറിയോ സഹോദര? നീ അനുഭവിക്കുന്ന ഭാരത്തിന്റെ ആഴവും നീളവും ഉയരവും നന്നായി അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, അത് നസ്രയനായ യേശുവാണ്. രാജകൊട്ടാരത്തിൽ 4 നേരത്തിന് പകരം 7 നേരം സ്വാദിഷ്ടമായ ഭോജനം കഴിച്ചു പട്ടുമെത്തയിൽ പുളച്ചു മെതിക്കുന്ന ഒരാളോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അവന് വിശപ്പിന്റെ ആഴമറിയത്തില്ല. വിശപ്പ് അനുഭവിക്കുന്നവരോട് പറയണം വിശപ്പിന്റെ ആഴമറിയണമെങ്കിൽ നിന്റെ ഭാരം എത്ര എന്ന് എന്റെ യേശുവിനറിയാം. നിന്റെ തായുടെ ഭാരം എത്ര എന്ന് എന്റെ യേശുവിനറിയാം. നിന്റെ ഹൃദയത്തിന്റെ മുറിവ് എത്ര ആഴമെന്ന് എന്റെ യേശുവിനറിയാം. എന്റെ യേശുവിന്റെ കൈകളിൽ അവർ ആണി കൊണ്ട് തറച്ചു. അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് ആഴത്തിൽ കുത്തി. നിന്റെ ഹൃദയത്തിലെ വേദന, അതിന്റെ ആഴം എന്റെ യേശുവിനറിയാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് ചതഞ്ഞോടെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ഇന്ന് രാത്രിയിൽ ഈ മണ്ണൂത്തിയുടെ മണ്ണിൽ 2 കരങ്ങളും ഉയർത്തി സഹോദരാ നിന്നെ വിളിക്കുന്നു. ഓടി അവന്റെ അടുക്കലേക്ക് വാ. അവന്റെ മാർവിൽ നിനക്ക് സ്ഥാനമുണ്ട്. അവന്റെ മാർവിൽ നിനക്ക് അംഗീകാരമുണ്ട്. ഈ ലോകം നിന്നെ ത്യജിക്കട്ടെ, ഈ ലോകം നിന്നെ മുറ്റും വിടക്കെന്ന് പറയട്ടെ, ഈ ലോകം നിന്നെ ഉപേക്ഷിക്കട്ടെ, എന്നാൽ ക്രൂശിൽ 2 കരവും വിടർത്തിയവൻ ഇന്ന് രാത്രിയിൽ മണ്ണൂത്തിയുടെ മണ്ണിൽ 2 കരവും വിടർത്തി നിന്നെ വിളിക്കുന്നു. വാ, യേശുവിലേക്ക് നീ ഓടിവാ. യേശുവിൽ പാപമോചനമുണ്ട്, യേശുവിൽ ശാപമോചനമുണ്ട്, യേശുവിൽ നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്, യേശുവിൽ നിനക്ക് ക്ഷമാപണമുണ്ട്, യേശുവിൽ നിനക്ക് അംഗീകാരമുണ്ട്. യേശുവിലേക്ക് നീ നോക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും. അപ്പോ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ മോചിക്കാൻ കഴിയത്തില്ല. എന്നാൽ കാലത്തികവിൽ യേശു കന്യകയിൽ പൂജാതനായി. യേശു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ മുഴുലോകത്തിന്റെയും പാപത്തെ ചുമക്കുമോ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്തിനാണ് യോഹന്നാൻ യേശുവിനെ കുഞ്ഞാടെന്ന് അടയാളപ്പെടുത്തിയത്? പഴയ കാലത്ത് പഴയ നിയമത്തിൽ പുരാണങ്ങളിൽ പാപങ്ങളുടെ മോചനത്തിനായി അവരൊരാടിനെ കൊണ്ടുവരുന്നു.
അതിന്റെ തലമേൽ കൈവച്ച് പാപം പറഞ്ഞ് അതിനെ അറുക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മുഴു ലോകത്തിന്റെയും പാപത്തിനു വേണ്ടി ആമേൻ 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 ദൈവം തന്റെ പുത്രനായ കുഞ്ഞാട്ടിൻ കുട്ടിയെ മുഴു ലോകത്തിന്റെയും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ഈ ഭൂമിയിൽ വന്ന് മുഴു മാനവ കുലത്തിനു വേണ്ടി ആട് വായു തുറക്കാതെ വിടാതിരിക്കുന്ന ആടിനെ പോലെ യേശു മുഴു മാനവകുലത്തിന്റെയും പാപം ചുമന്ന് ആ ക്രൂശിൽ യാഗമാകുന്നതിന് മുന്നമേ യേശുവിന്റെ ജനനത്തിന് 800 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യെശയ്യാവ് ആത്മാവിൽ അത് ദർശിച്ചു. യെശയ്യാവ് ആത്മാവിൽ അത് ദർശിച്ചിട്ട് യെശയ്യാ പ്രവചനം 53 ഇങ്ങനെ എഴുതിവെച്ചു, ആമെ അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ വായു തുറക്കാതെയുന്നു. അവനെ ആമെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് അവൻ ആമെ വിരൂപമായി, അവന്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ മെതിക്കപ്പെട്ടു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. എന്നാൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് നാം വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ ദൈവം അവന്റെ മേൽ ചുമത്തി. അവനെന്ന ആടിനെ കാൽവരിയിൽ യാഗമാക്കി. യേശു തന്റെ അവസാന തുള്ളി രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ചിന്തി. ഇന്ന് സഹോദര, ആ കാൽവരിയിലേക്ക് നോക്ക്. ആ യേശു നിനക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത്. ആ യേശു നിനക്ക് വേണ്ടിയാണ് അടിയേറ്റത്. നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്, നിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ യേശുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്നവൻ വാതിക്കൽ വന്ന് നിന്ന് മുട്ടുകയാണ്. സഹോദര, നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ ഈ രാത്രി യേശുവിന്റെ വചനം വന്ന് മുട്ടുമെങ്കിൽ, നിന്റെ കർണപടത്തിൽ ഈ സുവിശേഷത്തിന്റെ ധ്വനി വന്ന് മുട്ടുന്നെങ്കിൽ, ഇന്ന് വീണ്ടും മത്സരിച്ചു നിൽക്കരുത്. ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ കവാടം വാതിൽ നീ യേശുവിനായി തുറക്കുക. യേശു നിന്റെ അകത്തേക്ക് കയറട്ടെ. യേശുവിന്റെ അകത്തേക്ക് കയറിയാൽ നിന്റെ പടകിലെ ശൂന്യതകൾ മാറും. യേശു നിന്റെ ജീവിതത്തിൽ കയറിയാൽ നിന്റെ പടകിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ തകർച്ചകൾ മാറും. നിന്റെ അനേക ചോദ്യങ്ങളുടെ മറുപടി നിനക്ക് ലഭ്യമാകും. ഇന്ന് രാത്രിയിൽ യേശുവേ, കാൽവരിയിൽ എനിക്കായി തകർക്കപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് അത് വിശ്വസിച്ച് അതരം കൊണ്ട് സഹോദര, നീ യേശു ദൈവമെന്നും അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിന്റെ പാപങ്ങളുടെ മോചനം നിനക്ക് കിട്ടും. നിന്റെ ആത്മാവിന് ശാന്തി കിട്ടും. രാത്രിയിൽ മണ്ണൂത്തിയുടെ മണ്ണിൽ മടി കൂടാതെ മഹത്വത്തിന്റെ പ്രത്യാശയെ വിളിച്ചുയർത്തുന്നു. നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരേ ഒരു നാമം അതെന്റെ യേശുവിന്റെ നാമമാണ്. ഈ രാത്രിയിൽ ആ ഹൃദയം ഒന്ന് തുറന്നാട്ടെ. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിൽ നിന്നുള്ള വിടുതൽ എനിക്ക് വേണമെന്ന് നീ ആയിരിക്കുന്ന ഇടത്ത്, നീ പുറമേ വന്നില്ലെങ്കിലും ആയിരിക്കുന്ന ഇടത്ത് നിന്ന് ആമനാമേ ആ ഹൃദയം തുറന്ന് അതരമൊന്ന് ചലിപ്പിച്ചു പറഞ്ഞ യേശുവേ, എനിക്കങ്ങേ വേണം, എന്നെ അങ്ങയുടെ മകനാക്കണേ, എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണേ എന്ന് നാം ആയിരിക്കുന്ന ഇടത്ത് നിന്ന് നാം
പറയുമ്പോൾ നിന്റെ അരികിലെ കോടി അണയുന്ന യേശുവുണ്ട്. അത് മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേ. എന്നെയും ആമേ നിങ്ങളെയും ഇന്നലകളിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളും കടന്ന പാപത്തിന്റെ ചെറുക്കൂട്ടത്തിനകത്ത്, പാരമ്പര്യത്തിനകത്ത്, അനീതിക്കകത്ത് നാം തേടിപ്പോയതല്ല, നമ്മളെ തേടി വന്ന് കരം പിടിച്ചുയർത്തിയ ക്രിസ്തു എന്ന പാറമേൽ എന്നെയും നിങ്ങളെ നിർത്തിയ, എന്റെയും നിങ്ങളെ നാവിൽ പുതിയ പാട്ട് തന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഞാൻ ആമേൻ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരട്ടെ. പൗലോസ് പറയുകയാണ്, ഇങ്ങനെ സത്യസുവിശേഷത്താൽ വിടുവിക്കപ്പെട്ട കൊരിന്ത് സഭയെ, ഇങ്ങനെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ വീണ്ടും വരുമെന്നും അവന് വേണ്ടി നോക്കി പാർക്കുന്ന തന്റെ മണവാട്ടിയാം കാളയ്ക്ക് ഈ തരയിൽ അവരുടെ പ്രയത്നം വൃഥാവല്ല. ആകയാൽ നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആമേ ക്രിസ്തുവിൽ നമ്മുടെ പ്രയത്നം വൃഥാവല്ല എന്ന് തിരിച്ചറിയുകയാൽ അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്നും പൗലോസ് പറയുകയാണ്. പൗലോസ് പറയുക, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെക്കരുത്. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലേക്കും അവർ അരിഷ്ടന്മാരാണ്. ഈ ധരയിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ. എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഇതിന്റെ അപ്പുറത്ത് ഒരു നിത്യത എനിക്ക് വേണ്ടിയുണ്ട്, ഇതിന്റെ അപ്പുറത്ത് എന്റെ കാതൽ എനിക്ക് വേണ്ടി ഒരുക്കിയ ആ പുത്തൻ യെരൂശലേമിൽ ഞാൻ അവകാശിയാകുമെന്ന് ആ സ്വർഗീയ പ്രത്യാശ ഉള്ളവർ നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ചുവട് വെച്ചിറങ്ങിയ അനേകരുണ്ട്. അവരോടൊന്ന് ചോദിച്ചാലോ, നിങ്ങളുടെ പ്രയത്നം വൃഥാവാണോ? നിങ്ങൾ കർത്താവിനെ അറിഞ്ഞതും കർത്താവിന് വേണ്ടി നിങ്ങൾ ചുവട് വെച്ചതും നിങ്ങളായിരുന്ന പാരമ്പര്യ പശ്ചാത്തലങ്ങൾ വിട്ട് ഈ നസ്രയന്റെ വചനത്തെ വിശ്വസിച്ച് അവന് വേണ്ടി ചുവട് വെച്ചിറങ്ങിയ പ്രയത്നം വൃഥാവാണോ എന്ന് ചോദിച്ചാലോ? പ്രിയപ്പെട്ട ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വന്ന ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇതിന്റെ മറുപടി പറയുന്നുണ്ട്. ഇയ്യോബ് 8:8 ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണഫലം ഗ്രഹിച്ചുകൊള്ളുക. അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം നീ ഗ്രഹിച്ചുകൊള്ളുക. നാം ഇന്നലെ ഉണ്ടായവരും നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. അടുത്തത്, അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും. കണ്ടോ, അവർ നിനക്കുപദേശിച്ച് പറഞ്ഞു തരും. എന്തുവാ? അവരുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമാണോ എന്നുള്ളത് അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും. നീ എന്ത് ചെയ്യണം? നീ പണ്ടത്തെ തലമുറയോടൊന്ന് ചോദിക്കണം. അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം നീ ഒന്ന് ഗ്രഹിക്കണം. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലേ. നമ്മുടെ ആയുസ് ഭൂമിയിൽ ഒരു നിഴലത്രേ. അവരോട് ചോദിച്ചാൽ അവർ ഉപദേശിക്കും. അടുത്ത വാക്ക്, അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും. തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വാക്കുകളെ പുറപ്പെടുവിക്കും. ആമേൻ. അപ്പോൾ കർത്താവിൽ നമ്മുടെ പ്രയത്നം വൃഥാവല്ല എന്നുള്ള വസ്തുതയെ പൗലോസ് ഉറപ്പിക്കുകയാണ്. ആയതിനോടുള്ള ബന്ധത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുക, നമ്മുടെ പ്രയത്നം വൃഥാവാണോ? നാം കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതും സത്യത്തെ മുറുകെ പിടിച്ചതും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ഏറ്റ അപമാനവും നിന്ദയും പഴിയും ദൂഷ്യയും ഒറ്റപ്പെടലും ഇതെല്ലാം വൃഥാവാണോ? നാം കർത്താവിന് വേണ്ടി നിന്നത് വൃഥാവാണോ? ഇന്നും ഈ തലമുറയുടെ നടുവിൽ ഒരു തലമുറ
ദൈവത്തിന്റെ കൃപകളെ നാനാ മോഹങ്ങൾക്ക് ഹേതുവാക്കി തങ്ങളെ രക്ഷിച്ച ദൈവത്തിന്റെ നിയമനത്വം മലിനമെന്ന് പറഞ്ഞ് ദൈവത്തോടുള്ള ഭക്തിയെ ആദായ സൂത്രമാക്കി ദൈവഭക്തിയെ വെറും ഉപജീവനമാക്കുമ്പോൾ അതിന് നടുവിൽ എന്റെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്ന് പറയാൻ എത്ര പേരുണ്ടോ? വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് അറിയുകയാൽ അവന്റെ വിലയിൽ വർദ്ധിച്ചു വരികയും ചെയ്യണം. ഇവിടെ പറയുക, പിതാക്കന്മാരോട് ചോദിക്കുക, അവരുടെ അന്വേഷണ ഫലമോ ഗ്രഹിക്കുക. അവരവരുടെ ഹൃദയത്തിൽ നിന്നും വാക്കുകളെ പൊഴിക്കും. അവർ പറഞ്ഞു തരും അവരുടെ പ്രയത്നം വൃഥാവാണോ എന്ന്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനോടൊന്ന് ചോദിക്കുക, കൽദരയുടെ പട്ടണമായ ഊരിൽ അപ്പനോടുകൂടെ കളിമണ്ണ് കുഴച്ച് വിഗ്രഹങ്ങളെ നിർമ്മിച്ച് അതിനെ നമസ്കരിച്ചു കൊണ്ടിരുന്ന അബ്രാമിന് തേജോമയനായ ദൈവം വെളിപ്പെട്ടു. അബ്രാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക, നിന്റെ മൃദുഭവനവും ചർച്ചക്കാരെയും എല്ലാം വിട്ട് നീ പോക എന്ന് പറഞ്ഞപ്പോൾ അതുവരെ താൻ സേവിച്ചും നമസ്കരിച്ചും പൂജിച്ചും വന്ന സകലത്തെയും വിട്ട് ദൈവശബ്ദം അനുസരിച്ച് അബ്രഹാം ചുവട് വെച്ചെങ്കിൽ അബ്രഹാമിനോട് ചോദിക്ക്, നിന്റെ പ്രയത്നം വൃഥാവാണോ? അബ്രഹാം പറയും, അല്ലച്ചാ, അല്ല, എന്റെ പ്രയത്നം വൃഥാവല്ല. അബ്രഹാം ദൈവശബ്ദം കേട്ട് ചുവട് വെച്ചപ്പോൾ പലരും പറഞ്ഞു കാണും, എടാ ഇതുവരെ നമ്മൾ നിന്ന പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ വിട്ടുവം പോവുക, ഇവനൊന്നും ഒരു നാളും ഗുണം പിടിക്കത്തില്ല, ഇവനൊന്നും നന്നാകത്തില്ല. അങ്ങനെ കേട്ടിട്ടുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവനെയൊക്കെ നോക്കിക്കോ, മൂന്നാം പക്കം തെണ്ടി തിരിഞ്ഞു മടങ്ങി വരും. ഇത് അബ്രഹാമിനെ നോക്കിയും പറഞ്ഞു കാണും. പക്ഷേ ആമേ വചനം പഠിക്കുമ്പോൾ ആമേ കർത്താവിൽ അവന്റെ പ്രയത്നം വൃഥാവല്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം ദൈവശബ്ദം കേട്ട് ചുവട് വെച്ചെങ്കിൽ അടുത്ത അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി പറയുക, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. ഈ രാത്രി മണ്ണൂത്തിയിലെ സഭയോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു ചോദിക്കുന്നു, എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും, എന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ലോ? ദൈവശബ്ദം കേട്ട് ഒറ്റയ്ക്ക് ചുവട് വെച്ച എനിക്ക് എന്റെ ദൈവം കടക്കാരനായിട്ടില്ല. എന്റെ ദൈവം എനിക്ക് പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. അബ്രഹാമിന് തെണ്ടിത്തിരിഞ്ഞു പോയെന്നല്ല, അബ്രഹാമിനെ ദൈവം ഏറ്റവും ഉയർത്തി. ദേശത്ത് ആത്മീകപരമായും സാമ്പത്തികപരമായും ദൈവം അവനെ ഉയർത്തി. എന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഈ രാത്രിയിലും അവനെ ഉയർത്തിയവർ, ഈ വചനം ഉയർത്തിയവർ, അവരുടെ തലമുറ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ രാത്രിയിലും ഞങ്ങൾ ഈ മണ്ണൂത്തിയുടെ മണ്ണിൽ ഈ വചനം ഉയർത്താൻ കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃഥമല്ല. അവനെ ഉയർത്തിയവരെ ദൈവം ഉയർത്തും, അവനെ മാനിച്ചവരെ ദൈവം മാനിക്കും. അബ്രഹാമിനെ ദൈവം ഏറ്റവും ഉയർത്തി, വിശ്വാസികളുടെ പിതാവെന്ന പേര് കൊടുത്തു. മാത്രമോ അവനിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇനി ശ്രദ്ധിക്കണേ, ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിന്റെ പേര് പഴയ നിയമത്തിന്റെ താളുകൾക്കകത്ത് ദൈവം ഒതുക്കിയില്ല. പുതിയ നിയമം തുടങ്ങിയപ്പോ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം അബ്രഹാമിനെ പറഞ്ഞു തുടങ്ങി. അബ്രഹാമിന്റെ പുത്രനായ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിന്റെ പേര് പഴയ നിയമത്തിന്റെ താളിൽ ഒതുക്കിയില്ല ദൈവം. പുതിയ നിയമം എഴുതി തുടങ്ങിയപ്പോൾ അവന്റെ പേര് പറഞ്ഞു തുടങ്ങി. ഈ രാത്രി ഈ സഭയോടൊരു ദൂത് പറയാം, ദൈവശബ്ദം കേട്ടിറങ്ങിയ നിന്റെ പേര് നിന്റെ തലമുറ കൊണ്ട് തീരത്തില്ല. നിന്റെ കൊച്ചുമക്കൾ എഴുന്നേറ്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പിതാവുണ്ടായിരുന്നു, ഈ മണ്ണൂത്തിയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു അപ്പച്ചൻ ഉള്ളതാണ് ഈ സഭ. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും? ചോദിക്ക് കുര്യാക്കോസ് പാസ്റ്ററോട്, നിങ്ങളുടെ പ്രയത്നം വൃഥാവാണോ? കുര്യാക്കോസ് പാസ്റ്റർ പറയും, അല്ല.
അദ്ദേഹത്തിന്റെ കണ്ണു നാളെ അടഞ്ഞാലും അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് ആ പേര് തീരല്ല. അടുത്ത തലമുറ എഴുന്നേറ്റിട്ട് പറയും, ഇങ്ങനെ ഒരു പിതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ രാത്രി സഭ വിളിച്ചു പറയട്ടെ, കർത്താവിൽ എന്റെ പ്രയത്നം വൃഥാവല്ല. ദൈവശബ്ദം കേട്ടിറങ്ങിയ ദൈവമേ, നീ ഉറപ്പുള്ളവനും കുലുങ്ങാത്തവനും കർത്താവിൽ നിന്റെ പ്രയത്നം വൃഥാവല്ലെന്ന് അറിയുകയാൽ അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കാലത്ത് ഭൂമി വഷളത്വം പെരുകിയെന്ന നോഹയുടെ കാലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഭൂമിയിൽ വഷളത്വം പെരുകി. ദൈവം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കാൻ ഒരുങ്ങി. എന്നാൽ അതിന്റെ നടുവിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവം പെട്ടക പണിയാൻ മാതൃക കൊടുത്തു. അതിന്റെ ഉയരവും നീളവും ആഴവും ദൈവം പറഞ്ഞു കൊടുത്തു. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദേശനിവാസികളോട് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട അകത്തിരിക്കുന്ന ജനത്തെയും കൂടി ഉറപ്പിക്കുന്ന ദൂതറയാനാ ദൈവം എന്നെ വിളിച്ചേ. അതാ ദൈവം എനിക്ക് തന്നെ. ഈ ദേശത്തിൽ ഒരു സഭ പണിയാൻ ദർശനം കൊടുത്ത് അതിന്റെ ഉയരവും നീളവും ആഴവും കൊടുത്ത് ദൈവത്തോട് ചേർന്നിരുന്ന, ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരുന്ന ഒരു തലമുറ ദൈവത്തെ വിട്ട് സഞ്ചരിച്ചപ്പോൾ അതിന്റെ നടുവിൽ ആ ദൈവത്തോട് പറ്റിയിരുന്ന നോഹയെ പെട്ടകം പണിയാൻ ദൈവം വിളിച്ചതുപോലെ അവൻ ഈ രാത്രിയിൽ ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്ന നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, ഈ കാലഘട്ടത്തിന്റെ ഒരു പുതപ്പിനെ ഇടാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ന്യായപ്രളയത്താൽ, ന്യായവിധിയാൽ, ജലപ്രളയത്താൽ ഒരു കൂട്ടത്തെ സംഗ്രഹിപ്പാൻ, നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തപ്പോൾ അതിന്റെ നടുവിൽ ഒരു കൂട്ടത്തെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റാൻ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെങ്കിൽ വരുന്ന ന്യായവിധിക്കകത്തു നിന്നും ഒരു കൂട്ടത്തെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റാൻ എന്റെയും നിങ്ങളുടെ മേലും ആ ദൈവത്തിന്റെ കൃപയെ പകരാൻ എന്റെ ദൈവം ശക്തനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയോട് ചോദിക്കും, നോഹേ, നിന്റെ ഇടത്തും വലത്തും ഇരുന്നവർ പാപം ചെയ്തപ്പോഴും നീ പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിന്ന നിന്റെ പ്രയത്നം വൃഥാവാണോ? നോഹ പറയാ, അല്ല, എന്റെ പ്രയത്നം വൃഥാവല്ല. എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ നോഹ പറയും, എടാ, ഒരു കൂട്ടത്തെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റാൻ ഈ മണ്ണുത്തിയുടെ മണ്ണിൽ അനേകായിരങ്ങളില്ലേ, പക്ഷെ അതിന്റെ നടുവിൽ ആമേൻ ഈ പെട്ടകത്തിനകത്ത്, ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് നിങ്ങളെ കയറ്റാൻ കർത്താവിൽ പ്രയത്നം വൃഥാവാണോ? നോഹ പറയും, അല്ല, പ്രയത്നം വൃഥാവല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പെട്ടകത്തിന്റെ ഉയരവും പെട്ടകത്തിന്റെ നീളവും പെട്ടകത്തിന്റെ ആഴവും തീരുമാനിച്ചത് നോഹയല്ല, അത് തീരുമാനിച്ചത് ദൈവം. സഭയിൽ ആത്മാവിന്റെ ആരാധനയുടെ ആഴവും ഉയരവും നീളവും തീരുമാനിക്കേണ്ടത് മനുഷ്യരല്ല, കമ്മിറ്റിയല്ല, അത് തീരുമാനിക്കേണ്ടത് ഉടയതമ്പുരാനാണ്. ദൈവം തരുന്ന അളവിൽ പെട്ടകം പണിതാൽ വരാനിരിക്കുന്ന ന്യായപ്രളയത്തിന്റെ, ജലപ്രളയത്തിന്റെ ഉയരവും ആഴവും നീളവും നിനക്കറിയത്തില്ല. അതറിയുന്നത് ഉടയതമ്പുരാനാ. ഉടയതമ്പുരാൻ തരുന്ന അളവിന് പണിയുന്ന പെട്ടകം ജലപ്രളയത്തെ ജയിക്കൂ. പരിഹസിക്കാൻ അനേകർ കാണും, കുറ്റവിധിക്കാൻ അനേകർ കാണും, ഒറ്റപ്പെടുത്താൻ അനേകർ കാണും. ആയതിന്റെ നടുവിലും ദൈവത്തിന്റെ ദർശനത്തെ മുറുകെ പിടിച്ച നോഹേ, നിന്റെ പ്രയത്നം വൃഥാവാണോ എന്ന് ചോദിച്ചാൽ നോഹ പറയും, അല്ല, എന്റെ പ്രയത്നം വൃഥാവല്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ റെയിൻബോ കണ്ടിട്ടില്ലേ? റെയിൻബോയ്ക്കകത്ത് എത്ര നിറമുണ്ട്? അതെ, ആമേൻ, സ്തോത്രം. ആ റെയിൻബോയുടെ പിന്നിൽ നിങ്ങൾ ഇന്ന് കാണുന്ന മഴവില്ലില്ലേ, ആ മഴവില്ലിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താ അറിയാമോ? ആമേൻ, ജലപ്രളയത്താൽ ഭൂമിയെ ദൈവം ന്യായം വിധിച്ചതിന് ശേഷം നോഹ എന്ന അപ്പച്ചൻ ആമേ ഭൂമിയിൽ ഒരു ആരാധന കഴിച്ചു.
ആരാധന ദൈവത്തിന് പ്രസാദമായിട്ട് ദൈവം നോഹയ്ക്കൊരു ഉടമ്പടി കൊടുക്കുമ്പോൾ അവൻ ആകാശത്തിൽ ഒരു വില്ല് വെച്ചു, ഒരു മഴവില്ല് വെച്ചു. അവൻ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിളിച്ചറിയാൻ പറ്റും, എന്റെ പ്രയത്നം വൃഥാവല്ല? ഇന്ന് രാത്രിയും നാം മഴവില്ല് കാണുമ്പോൾ ആ മഴവില്ല് എന്നോടും നിങ്ങളോടും വിളിച്ചു പറയും, പണ്ടൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു മനുഷ്യ, ആ അപ്പച്ചന്റെ പ്രയത്നം വൃഥാവല്ല. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? കർത്താവിൽ നമ്മുടെ പ്രയത്നം വൃഥാവല്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കാനുള്ളവരല്ല. നമ്മുടെ പ്രയത്നം അത് കർത്താവിൽ വ്യർത്ഥമല്ല. കരങ്ങൾ ഉയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞേ, എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ശ്രദ്ധിച്ചേ, വേഗത്തിൽ കമ്പിവാചകത്തിൽ എന്റെ സാക്ഷ്യം എന്ന് പറയട്ടെ. ഒരു ഓർത്തഡോക്സ് പാരമ്പര്യ പശ്ചാത്തലത്തിൽ ജയിച്ചു വളർത്തപ്പെട്ട ഞാൻ, മധുരയിൽ ധൂപക്കുറ്റി വീശി കപ്പിയരായി നടന്ന ഞാൻ, ഒരു ഓർത്തഡോക്സ് പാരമ്പര്യ പശ്ചാത്തലത്തിൽ അതിന്റെ ചിട്ടാവട്ടങ്ങളിൽ നടന്ന ഞാൻ 2004 നേഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂരിൽ പോയതാണ്. ഞാനൊരു BSc നേഴ്സാണ്. എൻ്റെ നേഴ്സിംഗിന്റെ അവസാന വർഷം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ സ്നാനപ്പെടാനിടയായി. ഞാൻ സ്നാനപ്പെട്ടു, തിരിച്ചെന്റെ വീട്ടിലെത്തി. പഴയതുപോലെ കുപ്പായ വിടുന്നില്ല, കൗമകൾ ചൊല്ലുന്നില്ല, മധുബൈ കയറുന്നില്ല. വീട്ടുകാർക്ക് സംശയമായി. ഞാൻ സ്നാനപ്പെടുന്ന അറിഞ്ഞു. വീട്ടിൽ ഭയങ്കര വിഷയങ്ങളായി. എന്നെ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റും മൊബൈലും സിം കാർഡും എല്ലാം ഊരിയെടുത്തു. ഒരു മാസ്റ്ററിനെയോ സഹോദരനെയോ ആരെയും വിളിക്കാൻ കഴിയാതെ ഒരു ഭവനത്തിൽ ആ ഭവനത്തിന്റെ ഒരു റൂമിൽ 10 മാസം എന്നെ പൂട്ടി. ലോകവുമായി കോണ്ടാക്ട് ഇല്ല, സങ്കടം പറയാൻ ആരുമില്ല. ഒറ്റപ്പെട്ടു പോയ ദിവസങ്ങൾ. നാളുകൾ ആരാധനയ്ക്ക് വിട്ടില്ല. വീട്ടുകാരോടുകൂടെ ഡൈനിങ് ടേബിൾ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ യോഗ്യതയില്ല. അതിന്റെ യോഗ്യത നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വീടിന്റെ അടുക്കളയുടെ മൂലയിൽ അരിയിടുന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ പുറത്ത് ചോറ് വിളമ്പിയിടും. അവിടെ ഇരുന്ന് വേണം ഞാൻ കഴിക്കാൻ. നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയി. ചുരുക്കി പറയട്ടെ, അവസാനം ഒരു രാത്രി എന്നോട് പറഞ്ഞു, മോശേ, നിന്റെ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നിന്റെ അവസാന മറുപടി പറയണം, അതിനനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. ആ രാത്രിയിൽ ഒരുപാട് കഴഞ്ഞു. കർത്താവെ, എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ രാത്രിയിൽ ഒരു വചനം എന്നോട് ഇടപെട്ടു. 15-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണത്. ആ വാക്യം ഇങ്ങനെയാണ്: സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഈ രാത്രിയിൽ എന്റെ പ്രയത്നം വൃഥാവല്ല എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? സത്യമാ ഞാൻ ചെയ്തതെന്ന് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ശബ്ദം എന്റെ അകത്ത് മുഴങ്ങിയപ്പോ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്തത് സത്യമാ, ഇനി ഛേദം വന്നാലും മാറത്തില്ലെന്ന് പറഞ്ഞു. നേരം വെളുത്തു. എന്റെ വീട്ടുകാരെല്ലാരും കൂടി വന്നു. എന്താ മോനേഷിന്റെ അവസാന മറുപടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സത്യമാ ചെയ്തേ, ഇനി ഛേദം വന്നാലും മാറത്തില്ലെന്ന് പറഞ്ഞു. അന്നെ ഉപദ്രവിച്ചു. ഞാൻ താഴെ വീണു. പേപ്പർ എടുത്തു. വീട്ടിലുള്ള യാതൊന്നിനും അവകാശവും ഓഹരിയില്ല എന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് കൊടുത്ത് അന്ന് 2 ഉടുപ്പും 1 പാൻറ്റും ഈ ബൈബിളുമായി 2007 വീട് വിട്ടിറങ്ങിയതാ ഞാൻ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചുമ്മാ ഒരു വചനം കസർത്തടിക്കുകയല്ല, രുചിച്ച് വിളിച്ചു പറയുന്നു, എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. എന്റെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. അന്ന് വീട് വിട്ടിറങ്ങി. പ്രിയപ്പെട്ടവരെ, കൃപയാൽ ഇതുവരെയും ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്നോട് ചോദിക്കും, മോശേ, നിന്റെ പ്രയത്നം വൃഥാവാണോ? ഞാൻ പറയും, അല്ല, എന്റെ പ്രയത്നം വൃഥാവല്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ബാലനായിരുന്നു, ഞാൻ ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തി. എന്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടത്തിന്റെ ഇടയിൽ ഞാൻ കണ്ടതും അറിഞ്ഞതും ഗ്രഹിച്ചതുമായ ഒരു സത്യമുണ്ട്. എന്താ അപ്പച്ച, എന്താ സത്യമെന്ന് ചോദിച്ചാൽ അപ്പച്ചൻ പറയും, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ഒരു നേരത്തെ അപ്പരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങൾ ഇരയിട്ടാതെ വിശന്നിരിക്കോ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കമില്ല. കമോൺ, ഈ രാത്രിയിൽ എന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല എന്ന് ഉറപ്പുള്ളവർ അവർ ആ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ.
എന്റെ ദൈവം എനിക്ക് കടക്കാരനല്ല. എന്റെ ദൈവം എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി. അമ്മേ 3 ഭാഷയിൽ സഭ തന്നു, ജനത്തെ തന്നു, രാജ്യങ്ങളുടെ വാതിൽ തുറന്നു, അനേക സഹശുശ്രൂഷകന്മാരെ തന്നു. ഈ രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ, നിന്റെ പ്രയത്നം വൃഥാവല്ല. എന്റെ പ്രയത്നം വൃഥാവല്ല. യേശുവിനോട് പത്രോസ് ചോദിച്ചു, ഞങ്ങളെ സകലവും വിട്ടിനെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്തോ പ്രയോജനമെന്ന്, ഞങ്ങൾക്ക് എന്തോ പ്രതിഫലമെന്ന്. കർത്താവ് പറഞ്ഞു, എടാ എന്റെ മാമ നിമിത്തം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ വീടോ വസ്തുവകയോ നിലങ്ങളോ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഈ ലോകത്ത് വെച്ച് തന്നെ 100 മടങ്ങോ വരുവാനിരിക്കുന്ന രാജ്യത്തിൽ നിത്യതയോ. ഈ രാത്രി അത് ഉറപ്പുള്ള ജനം, കുലുങ്ങാത്തവരായി, ഉറപ്പുള്ളവരായി. നമ്മുടെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ലോ. ആകയാൽ നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. കർത്താവിൽ നമ്മുടെ പ്രയത്നം വൃഥാവല്ല. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഒരിക്കൽ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ഒരു സംശയം. ഞങ്ങൾ കറുപ്പുടുത്ത്, മലാക്കിയുടെ പ്രവചനം, ഞങ്ങൾ കറുപ്പുടുത്ത് ദൈവത്തെ സേവിക്കുന്നത് വൃഥാവാണോ എന്നൊരു സംശയം. ആർക്ക്? ദൈവത്തിന്റെ ഭക്തന്മാർക്ക്. അവരിങ്ങനെ പറയുന്നത് ആര് കേട്ടെന്നറിയാമോ? ദൈവം കേട്ടു, ഉടയതമ്പുരാൻ കേട്ടു. അവർക്കൊരു ചോദ്യം, ഞങ്ങൾ ഈ ഉപവസിച്ച്, ഞങ്ങൾ ഈ കൈ വടിച്ച്, ഞങ്ങളുടെ ഈ ശരീരത്തെ ഉണക്കി, ഞങ്ങൾ ഈ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വൃഥാവാണോ എന്നൊരു ചോദ്യം. ആമി വചനം പറയുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ പറഞ്ഞത് യഹോവ കേട്ടു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. എന്നിട്ട് ദൈവം അവരോട് പറയുകയാണ്, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകമുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണും. ഈ രാത്രി നിങ്ങളുടെ ശുദ്ധ മനസ്സാക്ഷിയെ തൊട്ടുണർത്തി പരിശുദ്ധാത്മാവ് വീണ്ടും വിളിച്ചു പറയുന്നു, ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും നിങ്ങൾ കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല നിറഞ്ഞിരിക്കുകയോ അവന്റെ വേലയിൽ എപ്പോഴും, എല്ലാവരും പറഞ്ഞാട്ടെ, എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകും. പൗലോസ് എന്ത് പറയുക? ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, സഹോദരന്മാരെ, ഇങ്ങനെ വേലയിൽ വർദ്ധിച്ചു വന്നാൽ പ്രയോജനം എന്തെന്നറിയാവോ? ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഇന്ന് രാത്രി മണ്ണൂത്തിയുടെ ദേശമേ, നിരക്ഷിക്കപ്പെട്ട് കർത്താവിനെ സേവിച്ച് കർത്താവിന് വേണ്ടി നിന്നാൽ ഒരു പ്രതിഫലം നിനക്കുണ്ട്. നിന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല. അതെന്തെന്നറിയാമോ? ഞങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ, ഞങ്ങൾ ഈ ഭൂമിയിൽ മരിച്ചാലും കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൂതന്റെ ശബ്ദത്തോടും മഹാകാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഞങ്ങൾ ഞൊടിയിൽ വനമേഘങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെടും. ആ വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിച്ചട്ടെ. ഈ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ല. ഞാനൊരു ദൂത് പറയാം, ഈ ദ്രവത്വമുള്ള അവദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മുടെ പ്രയത്നം വൃഥാവല്ല. അവന്റെ കാന്തയെ, അവന്റെ സഭയെ നാം രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന വൃഥാവാണോ? വൃഥാവല്ല. രോഗമില്ലാത്ത, പട്ടിണിയില്ലാത്ത, മുറവിളിയില്ലാത്ത, ദാഹമില്ലാത്ത ആ പുത്തൻ യെരൂശലേമിൽ പ്രിയനോടൊപ്പം 1000 ആണ്ട് ഞാൻ വാഴൂ എന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ചു.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർക്ക് ഈ രാത്രി ഉറപ്പുണ്ട്? എന്റെ പ്രയത്നം വൃഥാവല്ല, എന്റെ പ്രയത്നം വൃഥാവല്ല. എന്റെ കാന്തം പറയാൻ സമയമായി. ലോകവും ലക്ഷണങ്ങളും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ മാറ്റൊലിയെ വിളിച്ചറിയിക്കുമ്പോൾ മണൂത്തി സഭയെ യേശു വരാറായി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മഹാകാഹളത്തോടുകൂടെ എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ പ്രയത്നം വൃഥാവല്ല. നാം ഇന്ന് ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി കാഹളം തൊരിച്ചാൽ നാം രൂപാന്തരപ്പെടും. അല്ല, നാം മരിച്ചാലും നാം ഞൊട്ടിയിൽ നാം ഉയർക്കും. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? എന്റെ പ്രയത്നം വൃഥാവല്ല. ആയതുകൊണ്ട് എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം, എനിക്ക് കർത്താവിന് വേണ്ടി ഓടണം. കഴിഞ്ഞ നാളുകളെക്കാൾ അധികം എനിക്ക് എന്റെ വേലയിൽ വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റേ. അവർ മുമ്പോട്ട് വന്നേ. എന്റെ ബലഹീന കരമാണെങ്കിലും ഈ കരത്തിന്മേൽ യഹോവയുടെ കരം ഇറങ്ങി വരും. മോശയുടെ കരത്തിന്മേൽ യഹോവയുടെ കരം ഇറങ്ങി വന്നതുപോലെ ഈ കരം ഞാൻ നിങ്ങളുടെ മേൽ വെക്കുമ്പോൾ നിങ്ങൾ വേലയിൽ വർദ്ധിച്ചു വരും. ഈ വർഷം കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾ വേലയിൽ വർദ്ധിച്ചു വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർ മുമ്പോട്ട് വന്നേ, അവർ മാത്രം മുമ്പോട്ട് വന്നേ. നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ദൈവം എന്റെ മേൽ തരുന്നു. അവർ മാത്രം വേഗത്തിൽ വന്നേ. ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടും, ശ്രദ്ധിച്ചേ. എന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ലെന്ന് ബോധ്യമുള്ള പരമഭക്തന്മാർ അവരിങ്ങനെ പാടിയേ. എന്താ പാടിയെന്നറിയാച്ചാ, എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ട്. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ. കൊയർ ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് വേലയിൽ വർദ്ധിച്ചു വരണം. പ്രതികൂലമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ വേലക്കെതിരെ എനിക്ക് പ്രതികൂലമുണ്ട്. പ്രതികൂലവും പ്രതിസന്ധിയും ഒക്കെ കാണും. പക്ഷേ അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ഈ രാത്രിയിൽ ഒരു തിരമാലയ്ക്കും നിന്നെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുത്, എന്റെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല. കൊയർ ഈ പാട്ട് പാടുമ്പോൾ ആഗ്രഹിക്കുന്ന ദൈവജനം മാത്രം മുമ്പോട്ട് വന്നേ. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, സുവിശേഷ വേലയ്ക്ക് ആഗ്രഹിക്കുന്നവർ, അഭിഷേകത്തിന്റെ പകർച്ച ആഗ്രഹിക്കുന്നവർ, അവർ മാത്രം മുമ്പോട്ട് വന്നേ. കരങ്ങൾ അടിച്ച് ജനമെല്ലാം എഴുന്നേറ്റ് കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഹല്ലേലൂയ സന്തോഷത്തോടെ. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം മധുമനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം മധുമനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ശുഭമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അതുമനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ഓ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അതുമനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ഓ സന്താപമേറുമി ലോകേ ഞാനാകി സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അതുമനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല ജീവിതാരംഭം വിശ്വാസക്കാൽ ചുവടിലമേ. അങ്ങീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ഓ ഒന്നും കണ്ടിട്ടല്ല ജീവിതാരംഭം വിശ്വാസക്കാൽ ചുവടിലത്രേ. തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം.
ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം ഓഹോ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ഓ ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം സന്താപമേറുമിലോകരാകി സാന്ത്വനം തരും സുഖം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം ചൊല്ലുന്നു കൂടെ മരിപ്പനും കൂടെ ജീവിക്കാൻ കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു ആരു വെറുത്താലും ആരു ചെറുത്ത കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു കൂടെ മരിപ്പനും കൂടെ ജീവിപ്പനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു കൂട്ടത്തോടെ കൂട്ട യേശു എനിക്കുള്ളതാനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം എന്താനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം സാന്ത്വനതരും രൂപം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ ആഗവിന്റെ രഥത്തിന്റെ മുൻപേ ഓടാൻ ഏലിയാവിന്റെ കാലുകൾക്ക് ശക്തി നൽകിയതുപോലെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ കാലുകളിൽ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോൽ പോലെ ചിലരുടെ നാവിനെ ദൈവം മാറ്റാൻ പോവുക. ഇന്നലെ വരെ നീ പറഞ്ഞതുപോലെയല്ല. യെശയ്യാവിന്റെ നാവിനെ ദൈവത്തിന്റെ ദൂതൻ അവൻ ഒരു കൊടിലു കൊണ്ടുവന്ന് അവന്റെ നാവിനെ തൊട്ട് വിസ്മയകരമായ ദൂതറിയിക്കാൻ ശക്തീകരിച്ചതുപോലെ ഈ രാത്രിയിൽ ചിലരുടെ നാവിൽ പുതിയ ദൂതുകൾ ദൈവം തരിക. ചിലരുടെ നാവിന്റെ ശബ്ദങ്ങൾ മാറുകയാ, അധികാരങ്ങൾ മാറുകയാ, വെളിപ്പാടുകൾ മാറുകയോ. നീ ആള് മാറിയവനെ പോ. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങൾ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലോ എന്നറിഞ്ഞിരിക്കുക.
അവന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകും. വചനത്താൽ ദൈവം സഹായിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സ്ഥലം സഭയോടും അഭിഷേകനോടും ജനത്തോടുമുള്ള വന്ദനവും അറിയിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വളരെ നന്ദി പാസ്റ്റർ. എല്ലാവരും ദയവായി സ്വസ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് യോഗം ഇവിടെ സമാപിപ്പാൻ പോവുകയാണ്. ആരും പോകരുത് എന്ന് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇവിടെ ആഹാരം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേണം നിങ്ങൾ മടങ്ങി പോകാൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നാളെ ഇവിടെ സംസാരിക്കുന്ന ഈ സമയം സംസാരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ അനിൽ കോടിത്തോളമാണ്. നേരത്തെ തന്നെ എല്ലാ ദൈവമക്കളും കടന്നു വന്ന് നേരത്തെ തന്നെ സ്ഥലം പിടിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കടന്നു വരുമ്പോൾ നിങ്ങളുടെ സഹോദരന്മാരെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ കൂട്ടി വരണം എന്ന് ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അനിൽ കോടിത്തോട്ടം നാളെ ഇവിടെ സംസാരിക്കുന്നു. ദൈവത്തിന് മഹത്വമാകട്ടെ. സ്തോത്രം. നാളത്തെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ നാളെ രാവിലെ സംയുക്ത ആരാധന ഉണ്ടായിരിക്കും. കഴിയുന്ന ആർക്കും ഇവിടെ കടന്നു വന്ന് അതിൽ സംബന്ധിപ്പാനായിട്ടുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളെ എല്ലാ സഭകളും കൂടി ചേർന്നുള്ള സംയുക്തമായ ആരാധന നാളെ രാവിലെ 9:30 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്നതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ സമാപിക്കുന്നതിന് കർത്താവിൽ പ്രസിദ്ധനായ മത്തായി പാസ്റ്റർ കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഡാനിയൽ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കുന്നതായിരിക്കും. ഇന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഈ സമയം ഓർപ്പിക്കുകയാണ്. കർത്താവ് ബദൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക്കൽ ഫെലോഷിപ്പ് സഭയുടെ എല്ലാ ആശംസകളും ദേവദാസനുണ്ടാകട്ടെ. ഞങ്ങൾക്ക് നന്ദി. വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഈ സമയം കൈമാറുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് നിങ്ങളുടെ ശുശ്രൂഷയും മാനിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഞാൻ വിരമിക്കുകയാണ്. കേൾക്കപ്പെട്ട ദൈവവചനങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തെ പരിശുദ്ധാത്മാവോട് ഇടപെട്ട ദൈവശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പുതുക്കത്തിനും മാറ്റത്തിനും കാരണമായി തീരട്ടെ. നമ്മുടെ ധൈര്യം വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്തൃവേലയിൽ നാം വർദ്ധിച്ചു കർത്താവിടെയാകട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം ഈ രാത്രി ദേശത്ത് മുഴങ്ങുവാൻ, ഞങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ ഉറപ്പുള്ളവരും കുലങ്ങാത്തവരും അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമായി തീരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്നറിയുവാൻ തക്കവണ്ണം പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തുവാൻ പ്രസാദം തോന്നിയല്ലോ. സ്വർഗപിതാവെ, ഇളകുന്ന മനസ്സുകളെ ഉറപ്പിക്കുന്ന അവിടുത്തെ വചനത്തിൻ്റെ ശക്തി, അധൈര്യപ്പെടുന്ന ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുന്ന അവിടുത്തെ വചനത്തിൻ്റെ ശക്തി, ജീവിതത്തിൻ്റെ മേഖലകളിൽ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാനുള്ള വലിയ കാഴ്ചപ്പാട്, വെളിപ്പാട് ജനത്തിൻ്റെ വിപ്പാൻ സ്വർഗം ഇടയാക്കിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിത്യജീവന്റെ അവകാശത്തിനായി നിയമിക്കപ്പെട്ടവർ ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ജനത്തോട് ഇടപെട്ട വൻകൃപയ്ക്കായി സ്തോത്രം. ജനത്തെ അതിനായി ഒരുക്കണമേ. നിന്റെ വചനം അയച്ച കാര്യം സാധിപ്പിച്ചു മടങ്ങി വരുന്നതാകിയാൽ ഇവിടെ അയക്കപ്പെട്ട വചനവും വ്യർത്ഥമായി തീരാതെ അതിൻ്റെ ഫലം വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണം എന്ന് ഞങ്ങളെങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇവിടുള്ള സഭയ്ക്കായി സ്തോത്രം, ഈ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ കുര്യാക്കോസ് പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവ് ബലപ്പെടുന്ന കുടുംബത്തിനായി, തലമുറകൾക്കായി സ്തോത്രം. ചേർന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. ദൈവസഭകൾക്കും ദൈവജനത്തിനുമായി സ്തോത്രം. ഇവിടെ കടന്നുള്ള എല്ലാ പ്രിയർക്കായി സ്തോത്രം. ദൈവദാസന്മാരെ, ദൈവത്തെ, ദേശവാസികളെ സ്വർഗം അനുഗ്രഹിക്കുമാകണമേ. ഇന്ന് രാത്രി വചനം സംസാരിച്ച അവിടുത്തെ അഭിഷേകനെ ശക്തിയോടെ ഈ തലമുറയ്ക്ക് ഒരു നിയമമായി പിന്നെയും അഭിഷേകത്തോടെ അധികാരത്തോടെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ തിരുസാന്നിധ്യം കൂടെയിരിക്കണമേ. ദോഷങ്ങൾ, അനർത്ഥങ്ങൾ വിടുവിക്കണമേ. യാത്രകളിൽ കൂടെയിരിക്കണമേ. നടത്തിയ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ജനം കടന്നു വിടുതൽ പ്രാപിക്കുവാൻ, നാളെ രാത്രിയിലെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ
ദൈവകരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടനായി സ്തോത്രം. വരവിനായി ഞങ്ങളെ ഒരുക്കം പ്രത്യാശയിൽ നിറയ്ക്കും. അവിടുത്തെ വേലയിൽ പ്രയോജനപ്പെടുത്തും. യേശുവിൻ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച അനുദിനവും സകല നന്മകളാൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ദൈവജനത്തിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെ മേലും ദൈവജനം ശുശ്രൂഷിച്ച കർത്താദാസന്റെ മേലും തുടർന്ന് നടക്കുന്ന സകല യോഗങ്ങളുടെ മേലും ഇത് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവം തന്ന ദൈവത്തിന് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, നിന്റെ വിശുദ്ധന്മാർക്കായി വേഗം വരുമാറാകണമേ. ആമേൻ. ഒരു നോട്ടീസും കൂടി വായിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കടന്നു പോകാം. ഫുൾ ഗോസ്പൽ ചർച്ച് പട്ടിക്കാട് കൺവെൻഷൻ, 4ാമത് പട്ടിക്കാട് കൺവെൻഷൻ 2025 ഫെബ്രുവരി 21, 22 വെള്ളി ശനി ദിവസങ്ങളിൽ ബിനോയ് കയ്യാനിക്കൽ ഗ്രൗണ്ട്, പട്ടിക്കാട് പീച്ചി റോഡിന് എതിർവശം, വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ. ഏവർക്കും സ്വാഗതം. പ്രസംഗകൻ പാസ്റ്റർ അനീഷ് കാവാലം, പാസ്റ്റർ ഷിബു KM ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സംഗീത ശുശ്രൂഷ ജിജോ ഹെബ്രോൻ. ഒരു നോട്ടീസ് കൂടി വായിക്കട്ടെ. മാറാനാഥ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ബൈബിൾ ക്ലാസ് 2025 ജനുവരി 24, 25 തീയതികളിൽ പ്രസംഗകർ ഫാദർ ഫിന്നി സാമുവൽ. സമയം 10 മണി മുതൽ 1 മണി വരെ, കൂടാതെ 2 മണി മുതൽ 4 മണി